ബർന്നബാസിനെ കുറിച്ച് വളരെ ബഹുമാനത്തോടെയാണ് സംസാരിക്കുന്നത്. പകവെച്ചുകൊണ്ടിരിക്കുകയല്ല, ബർന്നബാസിനെ കുറിച്ച് വളരെ ഒരു മാതൃകാ പുരുഷനായിട്ടുള്ള രീതിയിലാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ തന്നെ മർക്കോസിനെ കുറിച്ച്, മർക്കോസിന്റെ പേരിലാണ് ഇവർ തമ്മിൽ തർക്കമുണ്ടായത്, മർക്കോസിനെ കൂടെ കൊണ്ടുപോകുന്നത് സംബന്ധിച്ച്. എന്നാൽ അതേ മർക്കോസിനെ കുറിച്ച് തന്റെ ജീവാവസാനത്തിൽ തിമോഥെയോസിന്റെ ലേഖനം എഴുതുമ്പോൾ മർക്കോസിനെ കുറിച്ച് വളരെ സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, മതിപ്പോടെ, വളരെ മതിപ്പോടുകൂടി അവൻ കൊള്ളാവുന്നവനാണ് എന്നുള്ള നിലയിൽ പൗലോസ് തന്റെ ലേഖനത്തിൽ പരാമർശിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പൗലോസിന്റെ മിഷണറി ജേണീസ്, പ്രേക്ഷിത യാത്രകളുടെ ഏകദേശ ചിത്രം തിരുവെഴുത്തുകളിൽ നിന്ന് ലഭ്യമായിരിക്കുന്നത് ഈ ലേഖനങ്ങളുടെ പഠനത്തിന് പ്രാരംഭമായിട്ട് വരികയാണ്. ആദ്യത്തെ 3 പ്രേക്ഷിത പ്രയാണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ്, അപ്പോസ്റ്റലന്മാരുടെ പ്രവർത്തികൾ എന്ന പുസ്തകത്തിൽ നിന്ന് ലഭിക്കും. 4മതൊരു യാത്ര കൂടെ പൗലോസ് നടത്തിയിരുന്നതായി അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ നിന്ന് നമുക്ക് തെളിവ് ലഭിക്കുന്നുണ്ട്. അതിനെ തിയോളജിക്കൽ വേൾഡിൽ ആക്ട്സ് 29 എന്ന് പറയും. അപ്പോസ്തല പ്രവർത്തികൾക്ക് 28 അധ്യായങ്ങളേ ഉള്ളൂ. എന്നാൽ ആക്ട്സ് 29 എന്ന് പറയുന്നത് ആലങ്കാരികമായി പറയുന്നതാണ്. അത് പൗലോസിന്റെ തുടർന്നുള്ള മിഷണറി ജേർണീസിനെ പറ്റിയുള്ള ഒരു റെക്കോർഡാണ്. പൗലോസിന്റെ പ്രേക്ഷിത പ്രയാണങ്ങളുടെ അല്ലെങ്കിൽ മിഷണറി ജേർണീസിന്റെ അല്ലെങ്കിൽ സുവിശേഷ സന്ദേശ യാത്രകളുടെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ മിഷണറി ജേർണി അത് ആരംഭിക്കുന്നത്, നിങ്ങൾക്ക് എന്റെ ഇത് കാണാമെന്ന് തോന്നുന്നു, ലേസർ പോയിന്റർ കാണാമല്ലോ ഇല്ലേ, റെഡ് കളർ ഞാൻ അനക്കിക്കൊണ്ടിരിക്കുന്ന സാധനം കാണാമോ? അപ്പം പൗലോസും ബർന്നബാസും സെലൂക്യയിലെ അന്ത്യോക്യയിൽ നിന്നാണ് തങ്ങളുടെ ഒന്നാമത്തെ മിഷണറി യാത്ര ആരംഭിക്കുന്നത്. സെലൂക്യയിലെ അന്ത്യോക്യയിൽ നിന്നും തങ്ങളുടെ ഒന്നാമത്തെ മിഷണറി ജേർണി ആരംഭിക്കുകയാണ്. നമുക്ക് ഈ പ്രദേശത്തിന്റെ ഒരു വലിയ ചിത്രം ഞാൻ നിങ്ങളെ കാണിക്കുക. ഇത് നിങ്ങൾ കാണുമ്പോൾ ഈ കാണുന്നത് ആഫ്രിക്കയുടെ വടക്കു ഭാഗമാണ്. ആഫ്രിക്കയുടെ വടക്കു ഭാഗം ഇപ്പോഴത്തെ മോഡേൺ ചിത്രമാണ്, എങ്കിലും ജിയോഗ്രഫിക്കൽ സെയിം പ്ലേസ് തന്നെയാണല്ലോ. ഇവിടെ ഇസ്രായേല്, ഇവിടെ സിറിയ അല്ലെങ്കിൽ സെലൂക്യ എന്ന് പറഞ്ഞിരിക്കുന്ന പ്രദേശം, ഇത് ഏഷ്യ മൈനർ, തുർക്കി, ഇത് ഗ്രീസ്, കൊരിന്തും ഫിലിപ്പിയയും ഒക്കെ ഉൾപ്പെടുന്ന ആ പ്രദേശങ്ങൾ, ഇത് റോമൊക്കെ ഉൾപ്പെടുന്ന, ഇവിടെ റോം ഈ ഭാഗത്ത് വരും. ഇത് ആ പ്രദേശത്തിന്റെ ഒരു കട്ട് പീസ് ആണ് നമ്മൾ ഈ കാണുന്നത്. പൗലോസിന്റെ ഒന്നാമത്തെ മിഷണറി യാത്ര ഈ സ്ക്വയറിനകത്ത് കാണിച്ചിരിക്കുന്ന പ്രദേശങ്ങളാണ് എൻലാർജ് ചെയ്ത് നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. ആ റെഡ് സ്ക്വയറിനകത്ത് കാണിച്ചിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്നും അന്ത്യോക്യയിൽ നിന്ന് പുറപ്പെട്ട് അവര് കടൽ മാർഗം കുപ്രോസ് ദ്വീപ്, അതായത് സൈപ്രസിന്റെ കിഴക്ക് സലാമീസിലെത്തുന്നു. മർക്കോസ് അവരുടെ കൂടെയുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ, അപ്പോസ്തല പ്രവൃത്തിയിൽ ഒന്നാമത്തെ മിഷണറി ജേർണി എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 13-ന്റെ 4 മുതൽ 14-ന്റെ 28 വരെയാണ്. നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ച്. ഒന്നാമത്തെ മിഷണറി ജേർണിയെ പറ്റിയുള്ള പരാമർശം ആക്ട്സ് 13:4 തൊട്ട് 14:28 വരെയാണ്. 14:28 വരെ അത് നടന്നിരിക്കുന്നത് ഏകദേശം ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, AD 46-47 കാലഘട്ടത്തിലാണ് ഒന്നാമത്തെ മിഷണറി ജേർണി നടന്നിരിക്കുന്നത്. ആ സൈഡിൽ നിങ്ങൾക്ക് അത് കാണുവാൻ സാധിക്കും, ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവരിവിടെ നിന്ന് പുറപ്പെട്ട് കുപ്രോസ് ദ്വീപിലെത്തി. കുപ്രോസ് ദ്വീപിലേക്ക് പോകുന്നതിന് ഒരു കാരണം, ഈ ബർന്നബാസ് എവിടുത്തുകാരനാ? പ്രവർത്തകരുടെ പുസ്തകത്തിൽ 4-ാം അധ്യായം അവസാനിക്കുമ്പോൾ പറയുന്നുണ്ട്, പ്രബോധന പുത്രൻ എന്നർത്ഥമുള്ള ബർന്നബാസ് എന്ന അപ്പോസ്തലന്മാർ മറുപേർ വിളിച്ച കുപ്ര ദ്വീപുകാരനായ ജോസഫ് എന്ന ഒരു ലേവ്യൻ. അപ്പം ഇയാൾ എവിടുത്തുകാരനാ? കുപ്രോസ് ദ്വീപുകാരനാണ്. പ്രവർത്തികളുടെ പുസ്തകം 4-ാം അധ്യായം അവസാനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ തന്റെ നാട്ടിലേക്ക് മർക്കോസിനെയും കൂട്ടിക്കൊണ്ട് പൗലോസിനെയും കൂട്ടിക്കൊണ്ട് ബർന്നബാസ് പോകുന്നു. പ്രവർത്തികൾ 13-5. അവിടെ ഒരു സിനഗോഗിൽ ഇവരെ പ്രസംഗിക്കുന്നു. തുടർന്ന് അവർ കരമാർഗം കുപ്രോസ് ദ്വീപിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള പംഫോസിൽ എത്തുന്നു. പംഫോസ് എന്ന് പറയുന്ന സ്ഥലത്ത് അവർ കരമാർഗം എത്തുന്നു. അവിടെ ചില സംഭവങ്ങൾ ഉണ്ടാകുന്നു. ബറിയേശു എന്ന പേരുള്ള ഒരു കള്ളപ്രവാചകൻ, ഇവിടെ നിങ്ങൾക്ക് ആ ചരിത്രമൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കണേ. എന്ന് 13-ന്റെ
4 മുതലുള്ള ആ ഭാഗങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അവിടെ ബെറിയേഷു എന്ന പേരുള്ള ഒരു കള്ളപ്രവാചകൻ, എലിമാസ് എന്ന പേര്, എലിമാസ് എന്ന സെമറ്റിക് പദത്തിന് മന്ത്രവാദി എന്നാണ് അർത്ഥം. എലിമാസ് എന്ന സെമറ്റിക് പദത്തിന് മന്ത്രവാദി, സോഴ്സറർ എന്നാണ് അർത്ഥം. അവരോട്, പൗലോസിനോടൊക്കെ അവൻ എതിർത്ത് നിന്നുവെങ്കിലും പരാജയപ്പെട്ടു. പഫോസിൽ സെർഗിയോസ് പൗലോസ് എന്ന പേരുള്ള ഒരു റോമൻ പ്രോകോൺസിൽ കർത്താവിൽ വിശ്വസിച്ചു. സെർഗിയോസ് പൗലോസ് എന്ന പേരുള്ള ഒരു റോമൻ പ്രോകോൺസിൽ കർത്താവിൽ വിശ്വസിച്ചു. അവിടെ ഉണ്ടായ ആ സംഭവം അത് കാണുന്നു. തുടർന്ന് അവർ കപ്പൽ മാർഗം ഇങ്ങനെ സഞ്ചരിച്ച് പെർഗ എന്ന് പറയുന്ന പംഫിലിയ പ്രവിശ്യയിൽ, പംഫിലിയ എന്നിവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാതിരിക്കും, ആ പംഫിലിയ പ്രോവിൻസിൽ പെർഗ എന്ന് പറയുന്ന പോർട്ട് സിറ്റിയിൽ അവരവിടെ എത്തുകയാണ്. അവിടെ എത്തിയപ്പോഴത്തേക്ക് ചെറുപ്പക്കാരനായിരുന്ന മർക്കോസ്, പ്രത്യേകിച്ച് മർക്കോസ് ഒരു ധനികനായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ലോലുപതയിലൊക്കെ ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ ഈ കഠിനമായിട്ടുള്ള യാത്രയും, അന്നത്തെ കപ്പൽ യാത്ര എന്നൊക്കെ പറയുന്ന അത്ര സുഖകരമായിരിക്കില്ല. പായ്ക്കപ്പലുകളിൽ കടലിൽ കൂടെ ദിവസങ്ങൾ എടുത്ത് സഞ്ചരിക്കുന്നതാണ്. അങ്ങനെ യാത്രയെല്ലാം മുഷിഞ്ഞിട്ട് അവൻ നാട്ടിലേക്ക്, യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. പെർഗയിൽ നിന്നും അവൻ മടങ്ങിപ്പോയി. അവൻ പോയ ഒരു യെരുശലേമിലേക്ക് പോയതിന്റെയാണ് ഈ ഡോട്ടഡ് ലൈൻസ് കാണുന്നത്. പെർഗയിൽ നിന്നും പൗലോസും ബർന്നബാസും വടക്കോട്ട് യാത്ര ചെയ്ത് പിസിദ്ധ്യ ദേശത്തെ, അത് പ്രോവിൻസിന്റെ പേരാണ്, പിസിദ്ധ്യ ദേശത്തെ അന്ത്യോക്യയിലെത്തി. അവർ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തിന്റെ പേരും അന്ത്യോക്യ എന്നാണ്. അത് സെലൂക്യ അല്ലെങ്കിൽ ഇന്നത്തെ സിറിയയിലുള്ള അന്ത്യോക്യയാണ്. ഇതിപ്പോ പിസിദ്ധ്യ ദേശത്തെ അന്ത്യോക്യ. ഒരു കാര്യം മനസ്സിലാക്കണം, അന്ത്യോക്യ എന്നുള്ള പേരിൽ ഇത് രണ്ടുമല്ല, വേറെയും പല അന്ത്യോക്യകൾ ഉണ്ടായിരുന്നു. അന്ത്യോക്കസ് എന്ന് പറയുന്ന ആദ്യത്തെ സെലൂക്യ ചക്രവർത്തിയായിരുന്ന സെലൂക്കസ് വണ്ണിന്റെ പിതാവായിരുന്നു അന്ത്യോക്കസ്. അന്ത്യോക്കസിന്റെ ബഹുമാനാർത്ഥം ഒന്നാമത്തെ സെലൂക്യ ചക്രവർത്തിയായിരുന്നു, അല്ലെങ്കിൽ അലക്സാണ്ടറിന്റെ ജനറൽമാരിൽ 4 പേരിൽ ഒരാളായിരുന്നു സെലൂക്കസ്. സെലൂക്കസ് ആയിരുന്നു സെലൂക്യ സാമ്രാജ്യ സ്ഥാപകൻ. അപ്പൊ അയാളുടെ പിതാവായിരുന്ന അന്ത്യോക്കസിന്റെ പേരിൽ പല പട്ടണങ്ങൾക്ക് അന്ത്യോക്യ എന്ന പേരുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ കാണുന്ന 2 അന്ത്യോക്യമാർ. അതുപോലെ തന്നെ കൈസറിയ തന്നെ ഒന്നിലധികം ഉണ്ട്. അപ്പൊ ഇപ്പൊ അവിടെയൊക്കെ പോകുന്നില്ല. അപ്പൊ ഇവിടെ അവരെ അന്ത്യോക്യ, പിസിദ്ധ്യ ദേശത്തെ അന്ത്യോക്യയിൽ അവരെത്തി. അവിടെ ഒരു സിനഗോഗിൽ അവരെ പ്രസംഗിക്കുന്നു. തുടർന്ന് കിഴക്കോട്ട് സഞ്ചരിച്ച് അവരെ ഇക്കോണിയയിലെത്തുന്നു. ഇക്കോണിയയിൽ ഒരു സിനഗോഗിൽ പ്രസംഗിക്കുന്നു. തുടർന്ന് തെക്കോട്ട് സഞ്ചരിച്ച് ലുസ്ത്രയിലെത്തുന്നു. ലുസ്ത്രയിൽ ഒരു വലിയ സംഭവം ഉണ്ടായി. അത് എന്താണെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ പറയാം. ലുസ്ത്രയിൽ പൗലോസും ബർന്നബാസും ചെല്ലുമ്പോൾ വലിയൊരു സംഭവം ഉണ്ടാകുന്നു. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനെ അതെ സൗഖ്യമാക്കി. 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരുന്ന ഒരുവനെ പൗലോസും ബർന്നബാസും അവിടെ ചെന്നു. അവർ പ്രാർത്ഥിച്ച് അവൻ സൗഖ്യമായി. തുടർന്നുണ്ടാകുന്ന എന്താണ്? ലുസ്ത്രയിലുള്ള ജനം മുഴുവൻ ഇളകി. ഇവര് ദേവന്മാരാണെന്ന് പറയുന്നു. ദേവന്മാർ വന്നിരിക്കുകയാണ്. അവര് ബർന്നബാസിന് അല്പം പേഴ്സണാലിറ്റി ഒക്കെ ഉള്ളത് കൊണ്ട് അവന് സിയൂസ് എന്ന് പേരിട്ടു. മലയാളം ബൈബിളിൽ ഇന്ദ്രൻ എന്നാണ് പരിഭാഷ ചെയ്തിരിക്കുന്നത്. യവന ദേവനായിരുന്ന സിയൂസ്, ദേവന്മാരുടെ രാജാവായി കരുതപ്പെട്ടിരുന്ന സിയൂസ് എന്നും, പിന്നെ യവന ദേവനായിരുന്ന ഹെർമിസ് എന്ന് പറയുന്നത് മെസഞ്ചർ ഗോഡുമാണ്. അതുപോലെ തന്നെ കള്ളന്മാരുടെ ദേവനുമാണ്. യവന മതക്കാരുടെ ഇടയിൽ അവരുടെ കള്ളന്മാരുടെ ദേവനാണ് ഹെർമിസ്. അതിനേക്കാൾ ഉപരി അവരുടെ മെസഞ്ചർ ഗോഡാണ്. സന്ദേശങ്ങൾ കൊണ്ടുപോകുന്ന, ദേവന്മാർക്കിടയിൽ സന്ദേശം കൊണ്ടുപോകുന്ന ദേവനാണ് ഹെർമിസ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ദൈവവചനത്തിലെ വ്യാഖ്യാന ശാസ്ത്രത്തിന് ഹെർമന്യൂട്ടിക്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പൗലോസ് നല്ല വാഗ്മിയായിരുന്നു. പൗലോസ് നന്നായി സംസാരിക്കുന്നത് കൊണ്ട് പൗലോസിന് അവര് ഹെർമിസ് എന്ന് പേരിട്ടു. മലയാളം ബൈബിളിൽ ബുധൻ എന്നാണ് പരിഭാഷ ചെയ്തിരിക്കുന്നത്. സ്യൂസ് എന്നോ ഹെർമിസ് എന്നോ ആണ് അവർ പേര് വിളിച്ചത്. എന്നിട്ട് പൗലോസിന്റെയും ബർന്നബാസിന്റെയും മുൻപിൽ യാഗം കഴിക്കുവാൻ കൊണ്ടുവന്നു. ലുസ്ത്ര നിവാസികൾ യാഗം കഴിക്കുവാൻ കൊണ്ടുവന്നു. അത്രമാത്രം അവർ പൗലോസിനെയും ബർന്നബാസിനെയും ഒക്കെ അങ്ങ് വാഴ്ത്തി വണങ്ങാൻ തുടങ്ങി. എന്നാൽ പൗലോസും ബർന്നബാസും നിലവിളിച്ചുകൊണ്ട് അവരെ തടയുകയാണ് ചെയ്തത്. അവരെ തടഞ്ഞു. എന്നിട്ട്
നിങ്ങൾ ഞങ്ങളുടെ മുന്നിൽ ഇങ്ങനെയൊന്നും ചെയ്യരുത്, നിങ്ങൾ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്നൊക്കെ പറഞ്ഞ് തടയുകയാണ്. എന്നാൽ അതേ ലുസ്ത്രയിൽ തുടർന്നുണ്ടായ സംഭവമാണ് ആ പ്രിയ സഹോദരി പറഞ്ഞത്. എന്താണ്? പൗലോസിനെയും ബർന്നബാസിനെയും അവർ പിടിച്ചു, പൗലോസിനെ കല്ലെറിഞ്ഞു കൊന്നുവെന്ന് തന്നെയാണ് വേദപഠിതാക്കൾ പറയുന്നത്. പ്രവർത്തകരുടെ പുസ്തകം 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവരെ കല്ലെറിയുന്നതെന്ന് പറയുന്ന യഹൂദന്മാരാണ് വന്നത്. യഹൂദന്മാരെ കല്ലെറിയുക എന്ന് പറയുന്നത് അവരുടെ ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണ്. കല്ലെറിഞ്ഞ് കൊല്ലുക എന്ന് പറയുന്നത് ആഖാനെ പണ്ട് കല്ലെറിഞ്ഞ് കൊന്നതുപോലെ, അല്ലെങ്കിൽ പുതിയ നിയമ കാലഘട്ടത്തിൽ തന്നെ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊന്നതുപോലെ പൗലോസിനെയും കല്ലെറിഞ്ഞു. പ്രവർത്തകരുടെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള വാക്യങ്ങളിൽ 14-19 മുതൽ ആരൊന്ന് വായിച്ച് സഹായിച്ചാട്ട്. എന്നാൽ അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിലും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു. എന്നാൽ ശിഷ്യന്മാർ അവനെ ചുറ്റി നിൽക്കയിൽ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെന്നു. പിറ്റേന്നാൾ ബർന്നബാസിനോട് കൂടെ നോക്കുക, അതിന്റെ തൊട്ടുമുകളിൽ നമ്മൾ കാണുന്നത് ഇവരുടെ മുൻപിൽ യാഗം കഴിക്കുവാൻ വന്ന ജനം, അവിടെ ലുസ്ത്ര നിവാസികൾ. എന്നാൽ പൗലോസും ബർന്നബാസും വന്ന് അവിടെ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പറ്റി പ്രസംഗിക്കുമ്പോൾ അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും, അതായത് അവരെ മുൻപ് സുവിശേഷം അറിയിച്ച പ്രദേശങ്ങളിൽ നിന്നും യഹൂദന്മാർ വന്നിട്ട് ജനത്തെ വശത്താക്കി അവരെ കല്ലെറിയുന്നു. അപ്പോൾ ഇന്ന് നമ്മളെ വാഴ്ത്തുന്നവരും നാളെ നമ്മളെ കല്ലെറിഞ്ഞാൽ അത് പ്രതീക്ഷിക്കണം. ദൈവജനത്തിന് അതൊക്കെ ഉണ്ടാകാം. എന്നും പുഷ്പവൃഷ്ടി മാത്രം പ്രതീക്ഷിക്കുന്നതാണ് ഇന്ന് പലരുടെയും പരാജയം. നാളെ കല്ലേറും പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാവുള്ളൂ. പൗലോസിനെയും ബർന്നബാസിനെയും അവര് കൂടി വളഞ്ഞ് പൗലോസിനെ കല്ലെറിഞ്ഞ് കൊന്നു എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. ചില വേദചിന്തകന്മാർ പറയുന്നത്, പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, എനിക്ക് വെളിപ്പാടിനാൽ ഒരു മർമ്മം, വെളിപ്പാടിനാൽ അല്ല 12-ാം അധ്യായം 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, 14 സംവത്സരം മുമ്പേ സ്വർഗത്തോളം, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന് പറഞ്ഞ് 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്ന ആ സംഭവം ഈ അവസരത്തിൽ ഉണ്ടായതാണ് എന്ന് വചന ചിന്തകന്മാർ പറയുന്നു. അത് നിങ്ങളെ ആ ഒരു അനുമാനം പറയുകയാണ്. പൗലോസ് അന്ന് കൊല്ലപ്പെട്ടു എന്ന് പറയുന്നതും അനുമാനം പറയുകയാണ്, ഉറപ്പിച്ചു പറയുകയല്ല. വചന ചിന്തകന്മാർ ആ നിലയിൽ കരുതുന്നു. എനിവേ, ലുസ്ത്രയിൽ വെച്ച് കൊന്നു, ഉയർത്തെഴുന്നേറ്റു എന്നൊന്നും ആരും പ്രസംഗിച്ചു കളയരുത്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. അങ്ങനെ ചില അനുമാനങ്ങളുണ്ട്. ലുസ്ത്രയിൽ വെച്ച് കല്ലെറിഞ്ഞു. യഹൂദന്മാർ കല്ലെറിയുന്ന ഏതായാലും വെറുതെ ഒന്ന് എറിഞ്ഞിട്ട് പോകാൻ വരുന്നതല്ല. അവർ കല്ലെറിയുക എന്ന് പറയുന്നത് അവരുടെ ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണ്. കല്ലെറിയുക എന്ന് പറയുന്നത് കല്ലെറിഞ്ഞ് ആഖാനെ കൊന്നതുപോലെ അല്ലെങ്കിൽ സ്തെഫാനോസിനെ കൊന്നതുപോലെ കൊല്ലുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് എറിയുന്നത്. വലിയ കല്ലുകൾ വെച്ച് തന്നെയാണ് അവർ എറിയുന്നത്. ആളിനെ മൂടത്തക്കവണ്ണം കല്ലുകൾ വലിച്ചെറിയുകയും ചെയ്യുന്നതാണ് അവരുടെ രീതി. ഓക്കെ, എനിവേ, ഇവിടെ പൗലോസ് എനിവേ ലുസ്ത്രയിൽ നിന്നും ആ അവസ്ഥയിൽ നിന്നും എഴുന്നേറ്റതായിട്ട് നമ്മൾ കാണുന്നു. എഴുന്നേറ്റ് താന് അവർ മരിച്ചു എന്ന് കണ്ടുപേക്ഷിച്ച പൗലോസ് അവിടെ നിന്ന് എഴുന്നേറ്റു. ബർന്നബാസിനോട് കൂടെ ദർബയിലേക്ക് പോയി. ദർബ കുറച്ചുകൂടെ കിഴക്കുള്ള ഒരു പ്രദേശമാണ് ദർബ. മടങ്ങി അവർ ഇതേ പാതയിൽ കൂടെ വന്ന് അവർ പ്രവർത്തിച്ച സ്ഥലങ്ങളിൽ വന്ന് അവിടുത്തെ ദൈവജനത്തെ എല്ലാം ഉറപ്പിച്ചുകൊണ്ട് ഇങ്ങനെ മടങ്ങി വരികയും പെർഗയ്ക്ക് പടിഞ്ഞാറുള്ള അത്താലിയ എന്ന് പറയുന്ന തുറമുഖ പട്ടണത്തിൽ അവരെത്തുകയും ചെയ്യുന്നു. അത്താലിയയിൽ നിന്നും കപ്പൽ മാർഗം അവർ തിരികെ സെലൂക്യയിലെ അന്ത്യോക്യയിലേക്ക് മടങ്ങിപ്പോകുന്നു. ഇതാണ് ഒന്നാമത്തെ മിഷണറി യാത്രയുടെ ചരിത്രം, പൗലോസിന്റെ ഒന്നാമത്തെ മിഷണറി യാത്രയുടെ ചരിത്രം. ഈ മാപ്പൊക്കെ നമ്മുടെ ബൈബിളിന്റെ ഒക്കെ ബാക്കി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് വല്ലപ്പോഴും ഒന്ന് നമ്മൾ ഇതൊക്കെ ഈ ഭാഗമൊക്കെ പഠിക്കുമ്പോൾ ആ മാപ്പ് ഒന്ന് നോക്കാവുന്നതാണ്. ഇത് ഇച്ചിരൂടെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മാപ്പൊക്കെ ഞാൻ നെറ്റിൽ നിന്നൊക്കെ എടുത്ത് നിങ്ങൾക്ക് മനസ്സിലാകേണ്ടതിന് വേണ്ടി ഇട്ടു തന്നിരിക്കുന്നതാണ്. ഏകദേശം ഒരു ഐഡിയ നമുക്കുണ്ടായിരിക്കണം ഇവരുടെ സുവിശേഷ പ്രയാണങ്ങളുടെ ചരിത്രം. ഇതിന് ശേഷമാണ് പൗലോസും ബർന്നബാസും മടങ്ങി വന്നതിന് ശേഷമാണ് യെരൂശലേമിൽ, അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിൽ യെരൂശലേം കൗൺസിൽ നടക്കുന്നത്. കാരണം അവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസും ബർന്നബാസും ചെല്ലുന്നിടത്തെല്ലാം ജനത്തെ പിടിച്ച് പരിച്ഛേദന കഴിപ്പിക്കാനും മറ്റും ശ്രമിക്കുന്നില്ല. അപ്പോൾ 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പരീക്ഷ മാർഗത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് വന്ന ചിലര് യഹൂദ മതത്തിന്റെ കർമാചാരങ്ങൾ കൂടെ അനുഷ്ഠിച്ചുകൊണ്ട് വേണം ജാതികൾ വിശ്വാസത്തിലേക്ക് വരുവാനെന്നുള്ളത് നിർബന്ധമായി പഠിപ്പിക്കുവാൻ തുടങ്ങി.
കാരണം യഹൂദ മതത്തിൽ നമ്മൾ ആ പെന്തക്കോസ്ത് നാളിലെ ആ ചരിത്രം വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട് യഹൂദന്മാര് യഹൂദ മതാനുസാരികൾ, പ്രോസലൈറ്റ് ജ്യൂസ് എന്ന് പറഞ്ഞ, അതായത് ജെന്റൈൽസ് ഹു വെർ കൺവേർട്ടഡ് ടു ജൂദായിസം, യഹൂദ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് വന്ന ആൾക്കാരാണ്, ജാതികളാണ് യഹൂദ മതാനുസാരികൾ എന്ന് പറയുന്നത്. വിജാതീയരായ ആൾക്കാർ യഹൂദ മതത്തിൽ ഒക്കെ കൺവേർട്ട് ചെയ്ത് വരുന്ന ഒരു രീതി പണ്ട് മുതലേ ഉണ്ടായിരുന്നു. അങ്ങനെ വിജാതീയർ വരുമ്പോൾ അവര് യഹൂദന്മാരുടെ ന്യായപ്രമാണം അനുഷ്ഠിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് പരിച്ഛേദന ഏൽക്കുകയും അവര് മിക്വ എന്ന് പറഞ്ഞ ഒരു സ്നാനം ഏറ്റുകൊണ്ട് യഹൂദ മതാനുസാരികളായി തീരുകയും ചെയ്യും. അങ്ങനെ യഹൂദ മതാനുസാരികളായി തീരുന്നവർക്ക് വേണ്ടിയാണ് ജാതികളുടെ പ്രാകാരം എന്ന് പറഞ്ഞ് ഹെരോദാവ് പണി കഴിപ്പിച്ച ആ ദൈവാലയത്തിൽ യഹൂദന്മാരുടെ പ്രാകാരത്തിന് പുറത്തായിട്ട് ജാതികളുടെ പ്രാകാരം എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. ജാതികളുടെ പ്രാകാരത്തിന് മുൻപിലായിട്ട് 4.5 അടി പൊക്കമുള്ള ഒരു മതിൽക്കെട്ടുണ്ടായിരുന്നു. ആ മതിൽക്കെട്ടിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു, വിജാതീയരും നായ്ക്കളും ഈ മതിലിന് അപ്പുറത്തേക്ക് പ്രവേശിച്ചാൽ അവരുടെ മരണത്തിന് അവർ തന്നെ ഉത്തരവാദികളായിരിക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ ആ മതിലിന് അപ്പുറത്തേക്ക് കടക്കുന്ന എല്ലാ വിജാതീയനെയും കല്ലെറിഞ്ഞു കൊല്ലുമായിരുന്നു. അങ്ങനെ ദൈവാലയത്തിന് തീണ്ടലുണ്ടാക്കി എന്ന് പറഞ്ഞ് കല്ലെറിഞ്ഞു കൊല്ലുന്ന ഒരു രീതി അന്ന് ഉണ്ടായിരുന്നു, അവിടെ എഴുതി വെച്ചിരുന്നു. അങ്ങനെ എഴുതിയ ശിലാഫലകം ആർക്കിയോളജിസ്റ്റിന് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് അത് ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ അത് വെച്ചിട്ടുണ്ട്. അപ്പം അതിന്റെ ചിത്രം ഞാൻ മുൻപ് ക്ലാസ്സിൽ കാണിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് പിന്നീട് ഒരു അവസരത്തിൽ ഞാൻ അത് കാണിക്കുകയും ചെയ്യാം. ആ ശിലാഫലകം ആർക്കിയോളജിസ്റ്റിന് ഗവേഷകന്മാർക്ക്. ആർക്കിയോളജിസ്റ്റിന്റെ മലയാളം എന്തുവാ? ഈ ചരിത്രപരമായ കാര്യങ്ങളൊക്കെ ഗവേഷണം നടത്തുന്ന ആൾക്കാർ, പുരാവസ്തു ഗവേഷകര്. അറിയാവുന്ന വാക്കാണ്, പെട്ടെന്ന് അങ്ങോട്ട് ഓർമ്മ വന്നില്ല. മിക്കവാറും എല്ലാവർക്കും 90% ആൾക്കാർക്കും ആ പദം അറിയാം, ആർക്കിയോളജിസ്റ്റ് എന്നുള്ള. ചിലപ്പോൾ ആരെങ്കിലും 1-2 പേർക്ക് അറിയാതെ വന്നെങ്കിൽ അതുകൊണ്ട് ആ വാക്ക് പോയിരിക്കും. പുരാവസ്തു ഗവേഷകർക്ക് അത് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ ഈ പരീക്ഷ മാർഗത്തിൽ നിന്നും മറ്റും വിശ്വാസത്തിലേക്ക് വന്ന ആൾക്കാർ, അവര് പൗലോസിന്റെ 2-ാം ലേഖനത്തിലെ പ്രധാന തലവേദനയും അവരായിരുന്നു. കൊരിന്ത്യർക്കെതിരെ 2-ാം ലേഖനത്തിലേക്ക് വരുമ്പോൾ നമ്മളത് കാണുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാര് യഹൂദ മതത്തിലെ ആചാരങ്ങളൊക്കെ, ഇങ്ങനെ പരിച്ഛേദന തുടങ്ങിയുള്ള ആചാരങ്ങളൊക്കെ അനുഷ്ഠിച്ച് ജാതികൾ യഹൂദ മതം സ്വീകരിച്ചിട്ട് പിന്നെ വേണം അവർ ക്രിസ്തുമാർഗത്തിലേക്ക് വരുവാനും അവരെ കൈക്കൊള്ളാനും എന്ന് പഠിപ്പിക്കുവാൻ തുടങ്ങി. അത് സംബന്ധിച്ച് വലിയ തർക്കമുണ്ടാകുന്നു. അങ്ങനെ യെരുശലേമിൽ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും കൂടി വരുന്നു. അവിടെയൊക്കെ പൗലോസും ബർന്നബാസും വരുന്നു. ദൈവത്തിന്റെ കരുതൽ നോക്കണം. 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്ക് അപ്പോസ്തലനായ പത്രോസിനെ അയച്ച സംഭവം. അപ്പോൾ പത്രോസിന് ജാതികളുടെ മാനസാന്തരത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് യെരുശലേമിലെ ആ യെരുശലേം കൗൺസിൽ നടക്കുമ്പോൾ പൗലോസ് പറഞ്ഞിരുന്നെങ്കിൽ ജനം സ്വീകരിക്കില്ലായിരുന്നു. അവിടെ പത്രോസ് എഴുന്നേറ്റ് തന്റെ ആ എക്സ്പീരിയൻസ് കൂടെ പറയുന്നു. അങ്ങനെ യെരുശലേം കൗൺസിൽ തീരുമാനിച്ചു, ഇങ്ങനെയുള്ള ആചാരങ്ങളൊന്നും ഒന്നും തുടരേണ്ടതില്ല എന്ന് പറഞ്ഞ്. 15-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ മതി, അവരെ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 15-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ആ കൺക്ലൂഷൻ അവിടെ അപ്പോസ്തലന്മാർ പറയുന്നത് നാം കാണുന്നുണ്ട്. 19-20 വാക്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. യെരുശലേം കൗൺസിലിന് ശേഷം ബർന്നബാസും പൗലോസും മടങ്ങി അന്ത്യോക്യയിലേക്ക് മടങ്ങി പോവുകയാണ്. അന്ത്യോക്യയിലേക്ക് മടങ്ങി പോകുന്നു. 2-ാമത്തെ മിഷണറി യാത്ര ആരംഭിക്കുന്നത് അന്ത്യോക്യയിൽ നിന്നാണ്. പൗലോസ് അന്ത്യോക്യയിൽ നിന്ന് 2-ാമത്തെ മിഷണറി യാത്ര ആരംഭിക്കുന്നു. പക്ഷേ ഈ 2-ാമത്തെ മിഷണറി യാത്ര കുറെ കൂടെ വൈഡർ സ്പേസിലേക്കാണ് പോകുന്നത്. യൂറോപ്പിലേക്ക് പൗലോസ് പോകുന്നുണ്ട്. നോക്കി, നേരത്തെ ആ റെഡ് സ്ക്വയറിൽ മാത്രം നിന്നെടുത്ത് 2-ാമത്തെ മിഷണറി യാത്ര അങ്ങ് ഗ്രീസ് വരെ പോകുന്ന ആ ബ്ലൂ റെക്ടാങ്കിൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. അത്ര ഏരിയയാണ് ഇനി നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. 2-ാമത്തെ മിഷണറി യാത്ര. 1-ാമത്തെ മിഷണറി യാത്ര ആ റെഡ് സ്ക്വയറിലാണ് മുമ്പേ കണ്ടതെങ്കിൽ 2-ാമത്തെ മിഷണറി യാത്രയിൽ ആ ബ്ലൂ സ്ക്വയർ കാണിച്ചിരിക്കുന്നത്, അതായത് കുറെ കൂടെ പടിഞ്ഞാറ് പോയി. ഇവിടെ ഈ തുർക്കിയുടെ പ്രദേശം കാണിക്കുന്നത് ഇവിടെ വരെയാണ് ഏഷ്യ എന്ന് പറയുന്ന അതിന്റെ ബൗണ്ടറി. ഇവിടം തുടങ്ങി, ഈ ഭാഗം തുടങ്ങി, ഈജിയൻ സീയുടെ ആ ഭാഗം തുടങ്ങി അപ്പുറത്തോട്ടുള്ള സ്ഥലങ്ങൾ യൂറോപ്പിന്റെ പ്രദേശങ്ങളാണ്. അവിടെയൊക്കെ പൗലോസ് 2-ാം മിഷണറി യാത്രയിൽ പോകുന്നുണ്ട്. നമുക്ക് അത് ആണ് ഇനി അടുത്തതായിട്ട് ചിന്തിക്കാൻ പോകുന്നത്. അന്ത്യോക്യയിൽ നിന്നും അതായത് സെലൂക്യ ദേശത്തെ സിറിയയിലെ അന്ത്യോക്യയിൽ നിന്നും പൗലോസും ശീലാസും കരമാർഗം പൗലോസും
ശീലാസും കരമാർഗം കിലിക്കിയ പ്രദേശങ്ങളിലെത്തി. കിലിക്കിയ കരമാർഗം അവർ വടക്കോട്ട് സഞ്ചരിച്ച് കരമാർഗം പോവുകയാണ്. അവിടെ നിന്നും സഭകളെയൊക്കെ ഉറപ്പിക്കുന്നു. 15-ാം അധ്യായത്തിന്റെ 10 ഇവിടെ അതിന്റെ ഞാനിവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. 15-ന്റെ 36 മുതൽ 18-ന്റെ 22 വരെയാണ് സെക്കൻഡ് മിഷണറി ജേണി. അത് നടക്കുന്ന 49 AD മുതൽ 51 AD വരെയാണ്. ഇവിടെ ചരിത്രം അത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് നോട്ട് ചെയ്ത് കൊള്ളുക. ഈ ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന നോട്ട് ചെയ്ത് കൊള്ളുക. ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ആക്സ് 15:36 മുതൽ 18:22 വരെ ഏകദേശം. സിർക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കിൾ എന്നുള്ള ആ വാക്കില്ലേ, അതിന്റെ തന്നെയാണ് ഏകദേശം എന്നുള്ള ഇതിന്. ഞാനിനി എന്റെ എവിടെയെങ്കിലും സി ഡോട്ട് എന്നിട്ട് കഴിഞ്ഞാലും സിർക്ക എന്ന് കരുതിക്കോണം. അതിന്റെ അർത്ഥം ഏകദേശ കണക്കാണ്. ഓക്കെ, 49-നും 51-നും ഇടയിലുള്ള കാലഘട്ടത്തിലാണ്. നമുക്കറിയാം ഇവിടെ വെച്ച് പൗലോസും ബർന്നബാസും രണ്ടുപേരും പിരിയുന്നുണ്ട്. കിലിക്കിയയിൽ നിന്നും രണ്ടാമത്തെ മിഷണറി യാത്ര ആരംഭിക്കുമ്പോൾ അത് പിരിയാനുണ്ടായ കാര്യം, മുൻപ് പെർഗയിൽ വെച്ച് മടങ്ങിപ്പോയ മർക്കോസിനെ കൂടെ കൂട്ടുവാനായിട്ട് ബർന്നബാസ് ആഗ്രഹിക്കുന്നു. പൗലോസ് വഴിയിൽ ഇടയ്ക്ക് ഉപേക്ഷിച്ചു പോയ മർക്കോസിനെ കൂടെ കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇതിന് ചിലർ പറയുന്നത്, വ്യാഖ്യാനമായി പറഞ്ഞിരിക്കുന്നത്, മർക്കോസ് ഒരിടത്ത് പറയുന്നുണ്ട് ബർന്നബാസിന്റെ മച്ചുനൻ അല്ലെങ്കിൽ കസിൻ ആയിരുന്നു, അതുകൊണ്ട് ബർന്നബാസ് കൊണ്ടുപോയെന്ന്. എന്നാൽ അങ്ങനെ ചിന്തിക്കേണ്ടതില്ല. ബർന്നബാസിന്റെ സ്വഭാവവും പൗലോസിന്റെ സ്വഭാവവും പഠിച്ചു കഴിഞ്ഞാൽ പൗലോസ് ഏത് കാര്യത്തിലും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നേരെ വന്ന് കടുംപിടുത്തം, ആത്മീകമായ കാര്യത്തിൽ, ആത്മീക വിഷയത്തിൽ കടുംപിടുത്തമുള്ളവനായിരുന്നു. ബർന്നബാസ് എന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊണ്ട്, പ്രബോധനപുത്രൻ എന്നാണല്ലോ ആ വാക്കിന്റെ തന്നെ അർത്ഥം, ഉൾക്കൊണ്ടു പോകുന്ന ഒരു സ്വഭാവമാണ്. പൗലോസിന്റെ തന്നെ മാനസാന്തരത്തിന് ശേഷം ഒരു ഘട്ടത്തിൽ പൗലോസ് അങ്ങ് കിലിക്കിയയിലേക്ക് മടങ്ങിപ്പോയി. പിന്നെ പൗലോസിനെ കുറിച്ച് ആരും അന്വേഷിക്കാതിരുന്നപ്പോൾ അവിടെ പോയി ബർന്നബാസ് ആണ് പൗലോസിനെ കൂട്ടിക്കൊണ്ടുവരുന്നത്. യെരുശലേമിലെ വിശുദ്ധന്മാരുടെ അടുക്കലേക്ക് പൗലോസ് വരുമ്പോൾ അവരെ ഭയന്നിരിക്കുക. ദൈവസഭയെ ഉപദ്രവിച്ചിരുന്ന അവനെ അവർ സ്വീകരിക്കില്ലായിരുന്നു. എന്നാൽ ബർന്നബാസ് ആണ് പൗലോസിനെ കൈക്ക് പിടിച്ചുകൊണ്ട് അവിടേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ബർന്നബാസിന്റെ സ്വഭാവം എന്ന് പറയുന്നത് എല്ലാവരെയും താങ്ങി കൊണ്ടുപോകുന്ന ഒരു സ്വഭാവമായിരുന്നു. പൗലോസ് വ്യത്യസ്തമായ ഒരു സ്വഭാവമായിരുന്നു. രണ്ടുപേരും തിരിഞ്ഞ ആത്മീയന്മാരായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഒരു ചെറുപ്പക്കാരനായ മർക്കോസിനെ ഉപേക്ഷിക്കുവാൻ ബർന്നബാസ് തയ്യാറായില്ല. എന്നാൽ പൗലോസ് അവനെ ഉൾക്കൊള്ളുവാൻ തൽക്കാലം തയ്യാറായില്ല. മുൻപേ ഞാനത് പറഞ്ഞതാണ്. പൗലോസ് ശീലാസിനെ കൂട്ടിക്കൊണ്ട് പോകുന്നു. ബർന്നബാസ് മർക്കോസിനെ കൂട്ടി കുപ്രോസ് ദ്വീപിലേക്ക് പോകുന്നു. ശീലാസിനെ കൂട്ടി കരമാർഗം കിലിക്കിയ ദേശത്ത് എത്തുന്നു. സഭകളെ ഉറപ്പിക്കുന്നു. 15:40 പറയുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 15:40. തുടർന്ന് ദെർബയിലും ലുസ്ത്രയിലും ഇക്കോനിയയിലും ഇങ്ങനെ പോകുന്നു. ലുസ്ത്രയിൽ വരുമ്പോൾ ഒരു സംഭവം അവിടെ പിന്നീട് ഉണ്ടാകുന്നത്, അവിടെ നിന്നും പൗലോസ് തിമോത്തിയോസിനെ കൂടെ കൂട്ടുന്നു. തിമോത്തിയോസിനെ ലുസ്ത്രയിൽ നിന്നും പൗലോസ് തന്റെ കൂടെ കൂട്ടുന്നു. അപ്പോൾ ഇപ്പൊ ശീലാസ് ഉണ്ട്, തിമോത്തിയോസ് ഉണ്ട്. പൗലോസിന്റെ കൂടെ ശീലാസും തിമോത്തിയോസും ഉണ്ട്. അപ്പോസ്തലപ്രവൃത്തി 16:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ലുസ്ത്രയിൽ നിന്നും തിമോത്തിയോസിനെ കൂടെ കൂട്ടുന്നു. ആക്സ് 16:1-3. ഇവർ തുടർന്ന് ആസിയയിൽ തുടർന്ന് വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ഫ്രുഗ്യയിലും ഗലാത്യ ദേശത്തും കൂടെ സഞ്ചരിച്ച്, ഇവിടെ നിങ്ങൾക്ക് കാണാം ഫ്രുഗ്യ, ഗലാത്യ പ്രോവിൻസസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ കൂടെ സഞ്ചരിച്ച് ഒടുവിൽ വടക്ക് പടിഞ്ഞാറുള്ള ത്രോവാസ് എന്ന് പറയുന്ന തുറമുഖ പട്ടണത്തിലെത്തി. ത്രോവാസ് എന്ന് പറയുന്ന തുറമുഖ പട്ടണത്ത് എത്തി. മറ്റ് ഏഷ്യയുടെ മറ്റു പ്രദേശങ്ങളിലേക്ക് പോകുവാൻ തൽക്കാലം പൗലോസിനെ ദൈവത്തിന്റെ ആത്മാവ് സമ്മതിച്ചില്ല എന്ന് നമ്മൾ 16-ാം അധ്യായത്തിൽ ആക്സ് 16-ൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ വെച്ച് 16-ാം അധ്യായത്തിൽ ത്രോവാസിൽ വെച്ചൊരു വലിയ സംഭവം ഉണ്ടായി. ആർക്കെങ്കിലും ഓർമ്മയുള്ളവർക്ക് പറയാം. ത്രോവാസിൽ വെച്ച് പൗലോസിനുണ്ടായ ഒരു സംഭവം. ദർശനമുണ്ടായി. മക്കദോനിയ വിളിയുണ്ട്. ഒരു സഹോദരനെ കാണണമെന്ന് പറയും. 16-ാം അധ്യായത്തിന്റെ ആദ്യം ആ സഹോദരി പറഞ്ഞത് ശരിയാണ്. 16-ാം അധ്യായത്തിന്റെ 6 മുതൽ ഉള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു വരുമ്പോൾ അവിടെ 9-ാം വാക്യത്തിൽ കാണുന്നു, അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്ന്, നീ മക്കദോന്യക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായ ഒരു ദർശനം കണ്ടു. ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നുവെന്ന് നിശ്ചയിച്ചു. ഞങ്ങൾ ഉടനെ മക്കദോന്യക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു. ആരാണ് ഈ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം എഴുതുന്നത്?
ലൂക്കോസ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഭാഗം തൊട്ട് ഞങ്ങൾ എന്നുള്ള പ്രയോഗം അവിടെ ലൂക്കോസ് ഉപയോഗിച്ചിരിക്കുന്നു. ഞങ്ങൾ എന്ന് പറയുന്ന പ്രയോഗം ലൂക്കോസ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. അതുകൊണ്ട് ത്രോവാസിൽ വെച്ച് കണ്ട മക്കതോന്യക്കാരനായ പുരുഷൻ ഒരു പക്ഷേ ലൂക്കോസ് തന്നെ ആയിരിക്കാം. അവിടെ മുതലാണ് ലൂക്കോസ് പൗലോസിനെ അനുഗമിച്ചതെന്ന് അതും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അനുമാനിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ അവിടെ താൻ ഒരു ദർശനം കണ്ടു, അവിടെ മക്കതോന്യയിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് പറയുന്ന ഒരു ദർശനം കണ്ടു എന്നൊക്കെ പറയുമ്പോൾ താൻ ഒരു സ്വപ്നത്തിലോ ദർശനത്തിലോ കണ്ട ഒരു അനുഭവമായിരിക്കാമെന്നും ചിന്തിക്കാം. എനിവേ, അവിടെ മുതൽ ലൂക്കോസ് പൗലോസിന്റെ കൂടെ സഞ്ചരിക്കുന്നതായിട്ട്, ത്രോവാസ് മുതൽ സഞ്ചരിക്കുന്നതായി കാണുന്നുണ്ട്. അവിടെ മുതൽ ഇപ്പോൾ പൗലോസിന്റെ കൂടെ ആരൊക്കെയുണ്ട്? നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ലൂക്കോസും ഇപ്പോൾ മുതൽ ശീലാസ്, ലുസ്ത്രയിൽ മുതൽ തിമത്തിയോസ്, ഇപ്പോൾ ത്രോവാസ് മുതൽ ലൂക്കോസും പൗലോസിന്റെ കൂടെ സഞ്ചരിക്കുന്നതായിട്ട് കാണുന്നു. ത്രോവാസിൽ നിന്നും പൗലോസ് ഇവരെ എല്ലാവരും കപ്പൽ മാർഗം പുറപ്പെടുന്നു. ഇതുവരെ കരമാർഗം സഞ്ചരിച്ചു വന്നു. കപ്പൽ മാർഗം പുറപ്പെട്ട് സുമാത്ര എന്ന് പറയുന്ന ചെറിയ ദ്വീപിലും അവിടെ നിന്നും നിയോപ്പൊളിസ് അഥവാ നവപ്പൊലി എന്ന് പറയുന്ന ആ പ്രമുഖ പട്ടണത്തിലും പൗലോസ് എത്തുന്നു. നവപ്പൊലി എന്ന് പറയുന്നത് മക്കതോനിയയുടെ ഭാഗമാണ്. അവിടെ മുതൽ പൗലോസ് മാസഡോണിയ മക്കതോനിയയിലുള്ള പ്രവർത്തനം ആരംഭിക്കുകയാണ്. നിയോപ്പൊളീസിൽ എന്തെങ്കിലും പൗലോസ് ചെയ്തതായി കാണുന്നില്ല. എന്നാൽ തുടർന്ന് അടുത്തുള്ള പട്ടണമായ ഫിലിപ്പിയിൽ പൗലോസ് എത്തുന്നു. ഫിലിപ്പിയെ പറ്റി പറഞ്ഞിരിക്കുന്നത് ആ ഭാഗത്തെ ഒരു പ്രധാന പട്ടണമായിരുന്നു ഫിലിപ്പി. ഫിലിപ്പിയിൽ വെച്ചുണ്ടാകുന്ന സംഭവം, നിങ്ങളെല്ലാം അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം വായിക്കുന്നവരാണ്. ആദ്യത്തെ സംഭവം, പല സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആദ്യത്തെ സംഭവം എന്താണ്? ലുദിയയുടെ മാനസാന്തരം. യെസ്, ഫിലിപ്പിയിലെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. അവിടെ പൗലോസ് ആ ചരിത്രം എഴുതുമ്പോൾ പറയുന്നുണ്ട്, അവിടെ യഹൂദന്മാരുടെ പള്ളി ഇല്ലാഞ്ഞതുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് അദ്ദേഹം ശബത്ത് നാളിൽ പ്രാർത്ഥനാ സ്ഥലം അന്വേഷിച്ച് അദ്ദേഹം ഒരു പുഴവക്കത്ത് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നിങ്ങൾ നോക്കിയാൽ പുതിയ നിയമത്തിലെ ഏക ലേഖനമാണ്. അവിടെ പഴയ നിയമത്തിൽ നിന്നുള്ള ഉദ്ധരണികൾ ഒന്നും കാണുന്നില്ല ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഫിലിപ്പിയ എന്ന പ്രദേശത്ത് യഹൂദന്മാര് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പഴയ നിയമ ഉദ്ധരണികൾ പറയാത്തത്. ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ പഴയ നിയമ ഉദ്ധരണികൾ പറയാത്തതിന് കാരണം ഫിലിപ്പി എന്ന് പറയുന്ന പട്ടണത്തിൽ യഹൂദന്മാർ തീരെ ഇല്ലായിരുന്നു. ആ പട്ടണത്തിൽ ജാതികൾ പാർത്തിരുന്ന ഒരു പട്ടണം. അവിടെ പൗലോസ് ചെല്ലുന്നു. പൗലോസ് അവിടെ ഒരു പുഴവക്കത്ത് ഇരിക്കുമ്പോൾ ലുദിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കാണുന്നു. അവൾ തുയത്തേര പട്ടണക്കാരി. തുയത്തേര എന്ന് പറയുന്ന ഏഷ്യ മൈനറാണ്. ഏഷ്യ മൈനറിൽ നിന്നും അവിടെ വന്ന് അവള് തുണിക്കച്ചവടം നടത്തിയിരുന്ന ഒരു സ്ത്രീയാണ്. രക്താംബരം എന്ന് പറയുന്ന തുണിക്കച്ചവടമാണ്. അത് പർപ്പിൾ ഡ്രോപ്സ് വിൽക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അവള് അവിടെ സെറ്റിൽഡ് ആണ് ഫിലിപ്പിയിൽ. അവള് പൗലോസിന്റെ വചനം കേട്ട് കർത്താവിൽ വിശ്വസിക്കുന്നു. ലുദിയയുടെ കുടുംബം സ്നാനമേറ്റതായിട്ട് 16-ാം അധ്യായത്തിന്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ യൂറോപ്പിലെ ആദ്യത്തെ വിശ്വാസിയായിട്ട് പലരും പറയുന്നത് ലുദിയയാണ്. അങ്ങനെ അനുമാനിക്കുന്നതിൽ തെറ്റില്ല എങ്കിൽ പോലും ലുദിയ ആകണമെന്നില്ല എന്നാണ് എൻ്റെ ഒരു ചിന്ത. കാരണം അതിന്റെ കാരണമായി ഞാൻ കാണുന്നത് അപ്പോസ്തലരുടെ 2-ാം അധ്യായത്തിൽ പെന്തക്കോസ് നാളിൽ യെരുശലേമിൽ വന്നവരിൽ റോമയിൽ നിന്ന് വന്ന് പാർക്കുന്നവരുണ്ടായിരുന്നു, ഇല്ലേ? അപ്പോസ്തലരുടെ 2-ന്റെ 10-ാം വാക്യം, റോമയിൽ നിന്ന് വന്ന് പാർക്കുന്നവരും ഉണ്ടായിരുന്നു അവിടെ. ശരിയാണോ? ശരിയാണ്. യെസ്, റോമയിൽ നിന്ന് വന്ന് പാർക്കുന്നവരും. അപ്പോൾ അവരുമുണ്ട്. മാനസാന്തരപ്പെട്ട് അന്ന് വിശുദ്ധന്മാരോട് ചേർന്ന് ദൈവത്തെ ആരാധിച്ച് കൂട്ടായ്മ ആചരിച്ച് പോയവരിൽ, അല്ലെങ്കിൽ സ്നാനമേറ്റ കൂട്ടായ്മ ആചരിച്ച കൂട്ടത്തിലുണ്ട്. പിന്നീട് നമ്മൾ കാണുന്ന അക്വിലാസിനെയും പ്രിസ്കില്ലയെയും നമ്മൾ കാണുന്നുണ്ടല്ലോ. അക്വിലാസിനെയും പ്രിസ്കില്ലയെയും പറ്റി പറയുമ്പോൾ അക്വിലാസിന്റെ സ്ഥലം പംഫോസ് എന്ന് പറയുന്ന ഇവിടെ വടക്ക് കാണുന്ന പോന്തോസ് എന്ന് പറയുന്ന ഈ പട്ടണക്കാരനാണ്, ഈ വടക്ക് പ്രദേശക്കാരനാണ്. ഗലാത്യയ്ക്കും വടക്ക് കിഴക്കുള്ള കപ്പദോക്യയ്ക്കും ഒക്കെ വടക്കുള്ള പ്രദേശക്കാരനാണ്. പൊന്തോസുകാരനാണ് അക്വില.
അക്വിലാവ് റോമിൽ നിന്നാണ് കൊരിന്തിലെത്തുന്നത്. റോമിൽ നിന്ന് കൊരിന്തിലെത്തിയ ആ സംഭവം എന്ന് പറഞ്ഞാൽ ക്ലൗദിയോസ്, അത് ഇംഗ്ലീഷിൽ ക്ലോഡിയസ് എന്ന് പറയുന്ന ക്ലൗദിയോസ് സീസർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ റോമിൽ വലിയ കലാപം, യഹൂദന്മാരുടെ ഇടയിൽ വലിയ കലാപം. സ്യൂട്ടോണിയസ് എന്ന് പറയുന്ന ഒരു ചരിത്രകാരൻ പറയുന്നത് ക്രിസ്റ്റോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞ് യഹൂദന്മാരുടെ ഇടയിൽ വലിയ കലാപം. അങ്ങനെ വന്നപ്പോൾ കലാപം അമർച്ച ചെയ്യുവാൻ ബുദ്ധിമുട്ടായപ്പോൾ ക്ലോഡിയസ് അല്ലെങ്കിൽ ക്ലൗദിയോസ് യഹൂദന്മാരെ എല്ലാം പുറത്താക്കി, റോമിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ പുറത്താക്കി വന്നവരിൽ ഒരുവനായിരുന്നു അക്വിലാസും പ്രിസ്കില്ലയും. അപ്പോൾ അക്വിലാസ് ഓൾറെഡി ഒരു വിശ്വാസിയായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. പൗലോസ് അക്വിലാസിനോട് സുവിശേഷം പറഞ്ഞ് പൗലോസ് രക്ഷയിലേക്ക് കൊണ്ടുവന്നതായിട്ട് പറയുന്നുമില്ല. അതുകൊണ്ട് റോമിലൊക്കെ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുന്നുണ്ട്. റോമാ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ ഓൾറെഡി ഉള്ള വിശുദ്ധന്മാരെയാണ് അഡ്രസ് ചെയ്യുന്നത്. ലുദിയയ്ക്ക് മുൻപ് തന്നെ യൂറോപ്പിൽ ക്രിസ്ത്യാനിറ്റി എത്തി എന്നാണ് അനുമാനിക്കുവാൻ സാധിക്കുന്നത്. ഇനി പൗലോസിന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ആദ്യമായി യൂറോപ്പിൽ വിശ്വാസത്തിൽ വരുന്നത് ഫിലിപ്പിയിൽ ലുദിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. ലുദിയയും കുടുംബവും വിശ്വാസ സ്നാനം സ്വീകരിച്ചു, കുടുംബമായ സ്നാനമേറ്റു. 16:13 മുതൽ 15 വരെയുള്ള വാക്യത്തിൽ കാണുന്നത്. അടുത്ത സംഭവം എന്താണ്? അടുത്ത സംഭവം അവിടെ ഉണ്ടാകുന്നത് വെളിച്ചപ്പാടത്തി പറഞ്ഞത് ഇന്നത്തെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അച്ചട്ടായ പ്രവചനമായിരുന്നു, അല്ലായിരുന്നോ? വെളിച്ചപ്പാടത്തി പറഞ്ഞ അച്ചട്ടായ കാര്യമല്ലായിരുന്നു, പറഞ്ഞ സത്യമല്ലേ അവള് പറഞ്ഞത്? അതെ. ഇനി പറഞ്ഞത് ആത്മീക കാര്യമല്ലേ അവള് പറഞ്ഞത്? അവളെന്താ പറഞ്ഞത്? വെളിച്ചപ്പാടത്തി ലക്ഷണം പറയുന്ന ഒരു ബാല്യക്കാലത്ത് ഞങ്ങളെ എതിരേറ്റു അവൾ പൗലോസിന്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്നു. ഈ മനുഷ്യൻ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. തെറ്റായ കാര്യമാണ്, ഒരു തെറ്റുമില്ല. രണ്ടാമത് പറഞ്ഞത് ആത്മീക കാര്യമാണെന്നും തോന്നിപ്പോകും. പക്ഷേ പൗലോസ് തിരിച്ചറിഞ്ഞു അവളിൽ വ്യാപരിക്കുന്ന ദുരാത്മാവാണ് അവളെ കൊണ്ട് ഇത് പറയിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും കേൾക്കുന്ന ഉടനെ ആ പറയുന്നവരെല്ലാം ദൈവാത്മാവിൽ അരുളി ചെയ്യുന്നുവെന്ന് എല്ലാം വിശ്വസിക്കരുത്. നമ്മൾ ചിലർ പറയുന്ന ചില കാര്യങ്ങൾ ശരിയായി പോയത് കൊണ്ട് അവർ പറയുന്നതെല്ലാം ആത്മീകമാണെന്ന് വിശ്വസിച്ച് വശീകരിക്കപ്പെട്ട് വഞ്ചിക്കപ്പെട്ടു പോകരുത് എന്നുള്ളതിന് ഒരു ഒരു ഉദാഹരണം കൂടെയാണ് ഈ വെളിച്ചപ്പാടത്തി സ്ത്രീയുടെ സംഭവം. പൗലോസ് ആ സ്ത്രീയിലുള്ള ദുരാത്മാവിനെ പുറത്താക്കി. തുറന്നുണ്ടായ സംഭവം പൗലോസിന്റെ അടി, തടവ്, പൗലോസ് ശീലാസും കാരാഗ്രഹത്തിലാകുന്നു. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. എനിക്ക് നമ്മുടെ ഒരു പാട്ടുണ്ടല്ലോ, എന്താണ്? ആരാധിച്ചപ്പോൾ പിന്നെ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. നേരെ അപ്പോസ്തലനായ പൗലോസും ബർന്നബാസും തങ്ങളുടെ ചങ്ങല പൊട്ടാൻ വേണ്ടി അവർ പ്രാർത്ഥിച്ചില്ല. അതിന്റെ തെളിവ് കൂടെ ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് തെളിവ് കൂടെ പറഞ്ഞിട്ട് പോകാം. പൗലോസിന് ഒരു പ്രത്യേകതയുണ്ട്. പൗലോസ് ഒരു റോമൻ സിറ്റിസൺ ആണ്. പിറ്റേ ദിവസം അതിന്റെ 37-ാം വാക്യം ഒന്ന് വായിച്ച്, 37-ാം വാക്യം, 36 മുതലൊന്ന് വായിച്ച്, 16-ാം അധ്യായം 36 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ച്. കാരാഗ്രഹപ്രമാണി ഈ വാക്ക് പൗലോസിനോട് അറിയിച്ചു, നിങ്ങളെ വിട്ടയപ്പാൻ അധിപതികൾ ആളയച്ചിരിക്കുന്നു, ആകയാൽ സമാധാനത്തോടെ പോകുവീൻ എന്ന് പറഞ്ഞു. പൗലോസ് അവരോട്, റോമ പൗരന്മാരായി ഞങ്ങളെ അവർ വിസ്താരം കൂടാതെ പരസ്യമായി അടുപ്പിച്ച് തടവിലാക്കിയല്ലോ, ഇപ്പോൾ രഹസ്യമായി ഞങ്ങളെ പുറത്താക്കുന്നുവോ? അങ്ങനെയല്ല, അവർ വന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞു. കോൽക്കാർ ആ വാക്ക് അധിപതികളോട് ബോധിപ്പിച്ചാറേ അവർ റോമ പൗരന്മാർ എന്ന് കേട്ട് അവർ ഭയപ്പെട്ട് ചെന്ന് അവരോട് നല്ല വാക്ക് പറഞ്ഞ് അവരെ പുറത്തു കൊണ്ടുവന്നു. പട്ടണം വിട്ടു പോകണമെന്ന് അപേക്ഷിച്ചു. അവർ തടവ് വിട്ട് ലുദിയയുടെ വീട്ടിൽ ചെന്ന് സഹോദരന്മാരെ മതി. റോമ പൗരൻ എന്ന് പറഞ്ഞാൽ ആ കാലത്ത് ഒരു റോമൻ സിറ്റിസണിനെ വിചാരണ കൂടാതെ ശിക്ഷിക്കാനോ അടിക്കുവാനോ പാടില്ല.
ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, റോമാ പൗരൻ അറിഞ്ഞപ്പോഴത്തേക്ക് അധികാരികളെല്ലാം അവരുടെ മുട്ടടിച്ചിട്ട് പറയുകയാണ്, അവരപേക്ഷിക്കുകയാണ്, ഈ പണി തലേന്ന് പൗലോസിന് ചെയ്യരുതായിരുന്നു. തലേന്ന് റോമാ പൗരൻ അല്ലായിരുന്നു പുള്ളി. ഒറ്റ ദിവസം, ഒരു രാത്രി കൊണ്ടാണ് പൗരത്വം കിട്ടിയത്. മുസലന്മാരെ പറ്റി നമ്മൾ കാണുന്നുണ്ട്, ഈ നാമം നിമിത്തം അപമാനം സഹിക്കുന്നത് അവർ ഭാഗ്യമായി കരുതിയിരുന്നവരാണ്. കർത്താവിന്റെ നാമനിമിത്തം ഉപദ്രവം സഹിക്കേണ്ടി വന്നപ്പോൾ അതൊരു അനുഗ്രഹമായിട്ട് കരുതിയിരുന്നവരാണ് അവര്. അതുകൊണ്ട് ഈ നാമം നിമിത്തം കഷ്ടത സഹിക്കേണ്ടി വന്നപ്പോൾ അപ്പോസ്തലന്മാർ അതോർത്തുകൊണ്ട് 5-ാം അധ്യായത്തിന്റെ 41-ാം വാക്യത്തിൽ പറയുന്നു, 5:41 അപ്പോസ്തല പ്രവൃത്തി, തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ നിന്ന് പുറപ്പെട്ടു പോയി. പത്രോസിന്റെ യോഹന്നാന്റെ ചരിത്രമാണത്. പക്ഷെ ഓർക്കുക, ഇവിടെ അടിയേറ്റ് തടവിലായി കിടക്കുന്ന പൗലോസും ശീലാസും പാടി സ്തുതിച്ചതിന് വേണ്ടിയാണ് കർത്താവിന്റെ നാമം നിമിത്തം അടിയേൽക്കുവാൻ ഇടയായതിൽ സന്തോഷിച്ച് അവർ പാടി സ്തുതിക്കുക. അതുകൊണ്ട് ആ പാട്ടിനെ ഞാൻ പറയും ശുദ്ധ വിവരക്കേടെന്നേ പറയത്തുള്ളൂ. അവര് ചങ്ങല അഴിയാനും ബന്ധനം അഴിയാനും അല്ല പാടിയത്. അവര് പാടിയിരിക്കുന്നത് ആ നാമനിമിത്തം ഉണ്ടായ ആ ഉപദ്രവ നിമിത്തം തങ്ങൾക്ക് ദൈവം തന്ന ഒരു പദവിയായി കരുതിയാണ് അവർ പാടി സ്തുതിച്ചത്. പിന്നീട് നടക്കുന്നത് നമ്മൾ കാണുന്നത് കാരാഗ്രഹ പ്രമാണിയും കുടുംബവും രക്ഷിക്കപ്പെടുന്ന ആ അനുഭവം. അപ്പോൾ പൗലോസിന് തലേ ദിവസം ഇത് പറഞ്ഞ് താൻ ശിക്ഷ വാങ്ങാതെ രക്ഷപ്പെട്ടിരുന്നുവെങ്കിൽ കാരാഗ്രഹ പ്രമാണിയും കുടുംബവും അവിടെ രക്ഷ പ്രാപിക്കില്ലായിരുന്നു. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതിയിൽ ആ കാരാഗ്രഹ പ്രമാണിയും കുടുംബവും ഉണ്ടായിരുന്നത് കൊണ്ട് അവരുടെ കൂടെ രക്ഷ സാധ്യമാക്കേണ്ടതിന് പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ പോയി. ദൈവത്തിന്റെ ദാസീദാസന്മാരെ നമ്മുടെ ജീവിതത്തിൽ ചില കഷ്ടങ്ങളിൽ കൂടെ ചിലപ്പോൾ നമ്മളെ ദൈവം കടത്തിവിടും. ആ കഷ്ടങ്ങളിൽ കൂടെ നാം കടന്നു പോകുന്നത് മറ്റു ചിലരെ നേടുവാൻ വേണ്ടിയോ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാൻ ചില പ്രവൃത്തികൾ നടക്കേണ്ടതിനോ വേണ്ടി ആയിരിക്കുമെന്ന് ആ ഒരു ഉറപ്പുണ്ടെങ്കിൽ കഷ്ടങ്ങളിൽ നമ്മൾ വിലപിക്കുന്നവരാകത്തില്ല, പ്രത്യാശയുള്ളവരായി തീരും. ഇവിടെ പൗലോസ് കഷ്ടങ്ങൾ കൂടെ കടന്നുപോയി. അത് നിമിത്തം ഒരു കാരാഗ്രഹ പ്രമാണിയും കുടുംബവും രക്ഷപ്രാപിക്കുവാനിടയായി. നോക്കുക, ഫിലിപ്പിയിൽ നിന്ന് തുടർന്ന പൗലോസും കൂടെയുള്ളവരും അപ്പലോനിയയിലും അംഫിപ്പോലിസിലും അപ്പലോനിയയിലൂടെ കടന്നവർ തെസലോനിക്കയിലെത്തുന്നു. തെസലോനിക്ക എന്ന് പറയുന്ന അടുത്ത പട്ടണത്തിൽ എത്തുന്നവർ തെസലോനിക്കയിലെത്തുന്നു. പ്രവർത്തികളുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. തെസലോനിക്കയില് യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. ഫിലിപ്പിയിൽ പള്ളിയില്ലായിരുന്നു. ഇവിടെ അപ്പോൾ യഹൂദന്മാരുടെ ഒരു ചെറിയ കൂട്ടമുണ്ടായിരുന്നു. തെസലോനിക്ക എന്ന് പറയുന്നത് മഹാനായ അലക്സാണ്ടറിന്റെ സ്റ്റെപ്പ് സിസ്റ്റർ ആയിരുന്ന തെസലോനിസിന്റെ പേരിൽ അവരുടെ ഭർത്താവായിരുന്ന അലക്സാണ്ടറിന്റെ ഒരു ജനറൽ ആയിരുന്ന കസാണ്ടർ പണി കഴിപ്പിച്ച ഒരു നഗരമാണ്. അപ്പം തെസലോനിക്ക എന്ന് പറയുന്ന പട്ടണത്തിൽ യഹൂദന്മാരുണ്ടായിരുന്നു, അവരുടെ പള്ളി ഉണ്ടായിരുന്നു. പൗലോസ് അവിടെ 3 ശബത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി യഹൂദന്മാരോട് വാദിച്ചു. 3 ശബത്തിൽ വാദിച്ചു എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 15 ദിവസം, ഏറ്റവും കുറഞ്ഞ് 15 ദിവസം. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പിന്നീട് അത് വെളിവാക്കി തരാം. 15 കൂടുകയും ചെയ്യാം, 20 ദിവസവും ആകാം. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് 15 ദിവസം പൗലോസ് യഹൂദന്മാരോട് അവിടെ സംസാരിച്ചു. അവിടെ നിന്ന് പൗലോസ് ബെറോവയിലേക്ക് പോയി. തെസലോനിക്കയിൽ നിന്നും ബെറോവയിലേക്ക് പോയി. ഈ ബെറോവയിൽ ഉള്ളവരെ പറ്റി ദൈവവചനത്തിൽ പറയാം. 17-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ ഒരു കമന്റ് പറയുന്നുണ്ട്. എന്താണ്? അവർ തെസലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊള്ളുന്നതല്ലാതെ അങ്ങനെ തന്നെ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു. ഓക്കെ, ശ്രദ്ധിക്കുക. ലൂക്കോസ് എഴുതുമ്പോ പറയുകയാണ്, ഞങ്ങളെ പ്രസംഗിച്ചത് വെറുതെ അങ്ങ് കൈക്കൊള്ളുക മാത്രമായിരുന്നില്ല, അങ്ങനെ തന്നെയോ എന്ന് തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു. ബെറോവയിലുള്ളവർ തെസലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. തെസലോനിക്കരെ പറ്റിയാണ് പൗലോസ് ഒരു മാതൃകാ സഭയെന്ന് 1 തെസലോനി 1-ാം അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾ കാണാം. അവർ മക്കതോനിയയിലോ അക്കായയിലുള്ളവർക്ക് മാതൃകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു മാതൃകാ സഭ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ സഭയാണ് തെസലോനിക്ക സഭ. എന്നാൽ ഇവിടെ പൗലോസ് പറയുകയാണ് ബെറോവയിലുള്ളവർ അവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. എന്താണെന്നറിയാമോ? അവർ വെറുതെ അങ്ങ് കേൾക്കുക മാത്രമല്ല, അത് അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളിൽ പരിശോധിച്ചു പോന്നു. നാം എന്ത് കേട്ടാലും
പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊള്ളേണ്ടത് കൈക്കൊള്ളുമ്പോൾ തന്നെ അത് അങ്ങനെ തന്നെയോ എന്ന്. ഇന്ന് ഞാനീ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെയോ എന്ന് നിങ്ങൾ ശോധന ചെയ്യുന്നുവെങ്കിൽ, തിരുവഴുത്തുകളിൽ നിന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നെങ്കിൽ നിങ്ങൾ ഉത്തമന്മാരാണ്. ആര് പഠിപ്പിച്ചാലും, പൗലോസ് പഠിപ്പിച്ചതിനെ പറ്റി അവിടെ പറഞ്ഞിരിക്കുന്നത്, പൗലോസ് പഠിപ്പിച്ചതിനെ പറ്റി പറയുകയാണ്, അതുപോലും ശരിയാണോ എന്ന് തിരുവഴുത്തുകൾ അവിടെ പറയുന്ന ഓൾഡ് ടെസ്റ്റ്മെന്റ് ആണ്. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന ആ മഷിഹായെ പറ്റിയാണോ ഇവൻ പറയുന്നത്, അത് ശരിയാണോ ഈ പറയുന്നത് എന്ന് അവർ പരിശോധിച്ചത്. ലേഖനങ്ങളൊക്കെ പിന്നീട് വന്നതല്ലേ. അപ്പോൾ തിരുവഴുത്തുകളിൽ ദിനം പ്രതി പരിശോധിച്ച് ഉറപ്പുവരുത്തിയവരാ ബെറോവക്കാര്. അതുകൊണ്ട് അവരെ പറ്റി പറയുകയാണ്, അവർ ഉത്തമന്മാരായിരുന്നു. മോഡൽ ചർച്ചായ തെസലോനിക്കക്കാരെക്കാൾ ഉത്തമന്മാരായിരുന്നു ബെറോവക്കാര്. അവരുടെ ഗുണമെന്ന് പറയുന്നത് അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടു. അപ്പോൾ തന്നെ അത് അങ്ങനെ തന്നെയോ എന്ന് തിരുവഴുത്തുകളിൽ ദിനം പ്രതി പരിശോധിച്ചു പോകുന്നു. ഓക്കെ, ബെറോവയിൽ നിന്നും ചില ഉപദ്രവങ്ങളൊക്കെ ഉണ്ടായി. അവിടെ നിന്ന് പുറപ്പെട്ട് അഖായ പ്രവിശ്യയിൽ, ഞാൻ മുമ്പേ കാണിച്ചല്ലോ, ഇത്രയും പ്രദേശമാണ് അഖായ പ്രോവിൻസ് എന്ന് പറയുന്നത്. റോമാൻ സാമ്രാജ്യത്തിലെ ഒരു പ്രവിശ്യയാണ്. അഖായ പ്രവിശ്യയിലേക്ക് പൗലോസ് എത്തിച്ചേരുന്നു. അഥേനയിൽ എത്തിച്ചേരുന്നു. അഥേന എന്ന് പറയുന്നത് നമുക്കറിയാം, ഏതൻസ് എന്ന് പറയുന്നത് തത്വചിന്തകന്മാരുടെ പട്ടണമാണ്. സോക്രട്ടീസ്, അരിസ്റ്റോട്ടൽ, പ്ലേറ്റോ തുടങ്ങിയ തത്വചിന്തകന്മാരെ നമ്മൾ പേരറിയുന്നു. അല്ലാതെ നിരവധി തത്വചിന്തകന്മാരുണ്ടായിരുന്ന ഒരു പട്ടണമായിരുന്നു. അവിടെയുള്ള ജനം തത്വചിന്തകന്മാരുടെ വാഗ്വാദങ്ങൾ കേൾക്കുവാനും അവരുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് തമ്മിൽ തർക്കിക്കുവാനും ഒക്കെ ഉത്സാഹിച്ചിരുന്നവരാണ്. ഇവിടെ പൗലോസ് സംസാരിക്കുമ്പോഴും എന്തെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് കേൾക്കുവാനായിട്ട് ജനം കൂടി വരുന്നതെന്ന് നമ്മൾ കാണുന്നുണ്ട് 17-ാം അധ്യായത്തിൽ. അപ്പോൾ അങ്ങനെ അഥേനയിൽ വന്നിട്ട് അവിടെ പള്ളിയിൽ വെച്ച് യഹൂദന്മാരോടും ദൈവഭക്തന്മാരോടും എന്ന് പറഞ്ഞാൽ ഏകസത്യ ദൈവത്തിൽ വിശ്വസിക്കുന്നവരായ ജാതികൾ, കൊർന്നലിയൂസിനെ പോലെയൊക്കെയുള്ള ഭക്തന്മാർ, അങ്ങനെ പള്ളിയിൽ വെച്ച് യഹൂദന്മാരോടും ദൈവഭക്തന്മാരോടും ചന്തസ്ഥലത്ത് ദിവസേന കണ്ടവരോടും പൊതുസ്ഥലങ്ങളിൽ വെച്ച് ജാതികളോടും പൗലോസ് സംഭാഷിച്ചു പോന്നു. അവിടെയാണ് 17-ാം അധ്യായത്തിന്റെ 22 മുതലുള്ള വാക്യങ്ങളിലാണ് നമ്മൾ അരയോപക കുന്നിൽ വെച്ച് പൗലോസ് പ്രസംഗിക്കുന്ന ആ സംഭവം കാണുന്നത്. അരയോപക കുന്നിൽ വെച്ച് പൗലോസ് പ്രസംഗിക്കുന്ന ആ സംഭവം അവിടെ ആണ് നമ്മൾ കാണുന്നത്. അത് അഥേനയിൽ വെച്ചാണ്. അഥേനയിൽ നിന്നും പൗലോസ് പടിഞ്ഞാട്ട് യാത്ര ചെയ്ത് കൊരിന്തിലെത്തുന്നു. ഇവിടെ കൊരിന്ത് പട്ടണത്തിൽ എത്തുന്നു. 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ കാണുന്നത് കൊരിന്തിൽ പൗലോസ് എത്തുന്ന 18-ന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കൊരിന്തിൽ പൗലോസ് എത്തുന്ന ചരിത്രം കാണുന്നു. കൊരിന്തിൽ വെച്ച് അക്വിലാസും ഭാര്യ പ്രിസ്കില്ലയും പൗലോസിനോട് കൂടെ ചേരുന്നു. 18-ന്റെ 2-3 വാക്യങ്ങൾ ഞാൻ മുൻപേ പറഞ്ഞ സംഭവം അവിടെ പറഞ്ഞിട്ടുണ്ട്. യഹൂദന്മാർ റോമാ നഗരം വിട്ടു പോകണമെന്ന് ക്ലൗദിയോസ് കൽപ്പിച്ചത് കൊണ്ട് ഇറ്റലിയിൽ നിന്നും ആ ഇടയ്ക്ക് വന്നവനായ പൊന്തോസ്കാരൻ അക്വിലാസ്, ഈ പൊന്തോസുകാരനായ അക്വിലാസ് ഇറ്റലിയിൽ റോമിലായിരുന്നു. അവിടെ റോമിൽ നിന്നും യഹൂദന്മാരെ എല്ലാം തുരത്തിയപ്പോൾ ഇവിടെ കൊരിന്തിൽ എത്തിച്ചേർന്നിരുന്ന ഒരു കുടുംബമായിരുന്നു അക്വിലാസും ഭാര്യ പ്രിസ്കില്ലയും. പൗലോസ് അവരോട് കൂടെ ചേരുന്നതായിട്ട്, അവരുടെ കൂടെ താമസിച്ചുകൊണ്ട് കൂടാരപ്പണി ചെയ്യുകയും ശുശ്രൂഷ ചെയ്യുകയും ചെയ്തിരുന്നതായിട്ട് നമ്മൾക്ക് ചരിത്രം കാണുന്നു. ശീലാസും തിമത്തിയോസും പൗലോസിനോട് കൂടെ വന്നു ചേരുന്നു. ബെറോവയിൽ നിന്ന് അവരും എത്തിച്ചേരുന്നു. അങ്ങനെ എത്തിച്ചേർന്ന ശീലാസിനെയും തിമത്തിയോസിനെയും പൗലോസ് തിരികെ മക്കതോനിയ സഭകളിലേക്ക് അയച്ചു എന്ന് കരുതുന്നു. കൊരിന്തിൽ നിന്നും അക്വിലാസിനെയും ഭാര്യ പ്രിസ്കില്ലയെയും കൂട്ടി പൗലോസ് യാത്ര ചെയ്യുന്നു. കെങ്ക്രയിൽ എത്തുന്നു. കെങ്ക്രയ എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലുന്നു. അവിടെ തല ക്ഷൗരം ചെയ്ത ചരിത്രമൊക്കെ അവിടെ നമ്മൾ കാണുന്നുണ്ട്. അവിടുന്ന് കപ്പൽ മാർഗം എഫസോസിലേക്ക്, മുൻപ് ത്രോവാസിൽ നിന്നും പോയ പൗലോസ് ഇപ്പോൾ ഏഷ്യ മൈനറിലേക്ക് തെക്ക് ഭാഗത്തുള്ള ഒരു തുറമുഖ പട്ടണമായ എഫസോസിൽ എത്തുന്നു. എഫസോസിൽ അക്വിലാസിനെയും പ്രിസ്കില്ലയെയും ആക്കിയ ശേഷം പൗലോസ് യെരുശലേമിലേക്ക് വരുന്നു. അപ്പോസ്തലന്മാരെ കണ്ട ശേഷം അന്ത്യോക്യയിലേക്ക് പോകുന്നു. രണ്ടാമത്തെ മിഷണറി യാത്ര അവസാനിക്കുന്നു. ഇതിനിടയിൽ താൻ കൊരിന്തിൽ പാർത്തുകൊണ്ടാണ് കൊരിന്ത്യ സഭയുടെ സ്ഥാപനം നടക്കുന്നത്. അവിടേക്ക് വരുന്നതിന് മുമ്പ് പൗലോസിന്റെ അടുത്ത മിഷണറി ജേർണീസോട് ഒന്ന് ചുരുക്കമായി ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യും. പൗലോസിന്റെ സെക്കൻഡ് മിഷണറി ജേർണിയുടെ ഒരു സമ്മറി ഇത് ഇങ്ങനെ കൊടുത്തിരിക്കുന്നു. ഓക്കെ, മൂന്നാമത്തെ മിഷണറി യാത്ര അതിന്റെ ചിത്രം ഞാൻ പെട്ടെന്ന് അങ്ങ് വായിച്ചു പോകാം. മൂന്നാമത്തെ മിഷണറി യാത്രയിൽ പൗലോസ് അന്ത്യോക്യയിൽ നിന്ന് യാത്ര ആരംഭിച്ച് നമ്മളത് കാണുന്നത് ചരിത്രം
ആക്സ് 18:22 മുതൽ 21:17 വരെയുള്ള വചനഭാഗത്തിലാണ്. ഏകദേശം 52-നും 57 AD-ക്കും ഇടയിലാണ് മൂന്നാം മിഷണറി യാത്ര നടക്കുന്നത്. പൗലോസ് മുമ്പ് ചെയ്തതുപോലെ കരമാർഗം സഞ്ചരിച്ച് വന്ന് ഫ്രുഗയിൽ നിന്നും പൗലോസ് മുൻപ് പോയതുപോലെ വടക്കോട്ട് പോയി ത്രോവാസിലല്ല പോയത്, ഇപ്പോൾ എഫസോസിലേക്ക് പൗലോസ് വരികയാണ്. കാരണം രണ്ടാമത്തെ മിഷണറി യാത്രയിൽ പൗലോസ് എഫസോസിൽ എത്തുമ്പോൾ, വടക്ക് യാത്രയിൽ എഫസോസിൽ എത്തുമ്പോൾ അവിടെയുള്ളവർ പൗലോസിനോട് അവിടെ പാർക്കുവാൻ പറഞ്ഞിട്ട് പൗലോസ് നിൽക്കാതെ ഉടൻ തന്നെ അവിടുന്ന് പുറപ്പെട്ടു പോവുകയായിരുന്നു. അക്വിലാസിനെയും പ്രിസ്കില്ലയും അവിടെ ആക്കിയിട്ട് പുറപ്പെട്ടു പോവുകയായിരുന്നു. എന്നാൽ മൂന്നാം മിഷണറി യാത്രയില് പൗലോസ് എഫസോസിൽ എത്തുന്നു. അപ്പോൾ എഫസോസിയയില് പൗലോസ് എത്തുന്നതിന് മുൻപ് അവിടെ ഒരാൾ വരുന്നുണ്ട്. പൗലോസ് എത്തുന്നതിന് മുമ്പേ അവിടെ ഒരാൾ വരുന്നുണ്ട്. ആരാണ്? അപ്പല്ലോസ്. അപ്പല്ലോസ് എന്ന് പറയുന്നത് ഇവിടെ താഴെ ഈജിപ്തിന്റെ വടക്ക് ഭാഗത്തുള്ള അലക്സാണ്ട്രിയ എന്ന് പറയുന്ന ആ പട്ടണക്കാരനായിരുന്നു. അലക്സാണ്ട്രിയ എന്ന് പറയുന്നത് അന്നത്തെ ഒരു മതപാഠശാലകളൊക്കെയുള്ള ഒരു പട്ടണമായിരുന്നു. അലക്സാണ്ട്രിയയിലാണ് സെപ്റ്റുജന്റ്, അതായത് ഗ്രീക്ക് ഓൾഡ് ടെസ്റ്റ്മെന്റ് രൂപപ്പെടുത്തിയത് അലക്സാണ്ട്രിയയിൽ വെച്ചാണ്. 70 ഗ്രീക്ക് ഭാഷ നിപുണന്മാരായ ശാസ്ത്രിമാരോട് ടോളമി ഫിൽഡൽഫസ് എന്ന് പറയുന്ന ചക്രവർത്തി 250 BC പറയുന്ന നിങ്ങളുടെ ഓൾഡ് ടെസ്റ്റ്മെന്റ്, നിങ്ങളുടെ അന്ന് ഓൾഡ് ടെസ്റ്റ്മെന്റ് എന്നല്ല, നിങ്ങളുടെ തിരുവെഴുത്ത്, അത് എല്ലാവർക്കും മനസ്സിലാക്കുന്ന ഗ്രീക്ക് ഭാഷയിലേക്ക് പരിഭാഷ ചെയ്യുവാൻ പറയുന്നു. അങ്ങനെ പരിഭാഷ ചെയ്ത ഗ്രീക്ക് ഓൾഡ് ടെസ്റ്റ്മെന്റിനാണ് നമ്മൾ സെപ്റ്റുജന്റ് എന്ന് പറയുന്നത്. ആ സെപ്റ്റുജന്റ് എന്നുള്ളത് ഇംഗ്ലീഷിൽ VXX, അത് റോമൻ നമ്പർ 17 ആണ്. VXX എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടാൽ മനസ്സിലാക്കിക്കൊള്ളണം. സെപ്റ്റുജന്റ് അതായത് ഗ്രീക്ക് ഓൾഡ് ടെസ്റ്റ്മെന്റിനെ കാണിക്കാനാണ് നിങ്ങൾ ആ അബ്രീവിയേഷൻ കാണുന്നത്. അതായിരുന്നു നമ്മുടെ കർത്താവും അപ്പോസ്തലന്മാരും അവരുടെ ഉദ്ധരണികളാക്കുന്നത് സെപ്റ്റുജന്റിൽ നിന്നുള്ള ഉദ്ധരണികളാണ്. പിന്നീട് അവിടേക്ക് വരാം. അപ്പല്ലോസ് അലക്സാണ്ട്രിയക്കാരനായിരുന്നു. അപ്പല്ലോസ് പൗലോസിന് മുൻപ് തന്നെ എഫസോസിലെത്തി ചില നാളുകൾ അവിടെ പാർത്തു. അവൻ പ്രാഗൽഭ്യത്തോടെ പള്ളിയിൽ പ്രസംഗിച്ചു എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അക്വിലാസും പ്രിസ്കില്ലയും തിരിച്ചറിഞ്ഞ ഒരു കാര്യം, ഇവന് യേശുവാണ് ക്രിസ്തു എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. അപ്പോൾ തിരുവെഴുത്തുകളെ ആധാരമാക്കി യേശുവാണ് ക്രിസ്തു എന്നുള്ളത് അപ്പല്ലോസിന് അക്വിലാസും പ്രിസ്കില്ലയും തെളിയിച്ചു കൊടുത്തു. അതിനുശേഷം അവരൊരു കുറിപ്പടിയും കൊടുത്ത് തങ്ങളുടെ സഹോദരന്മാരുടെ അടുക്കൽ കൊരിന്തിലേക്ക് ഈ അപ്പല്ലോസിനെ അയക്കുകയാണ്. കൊരിന്തിലുള്ളവർക്ക് അപ്പല്ലോസിനെ പോലെ നല്ല വാക്ചാതുര്യമുള്ള തിരുവെഴുത്തുകളിൽ ആഴമായ അറിവുള്ളവനായ ഒരു വ്യക്തി അവിടെ ചെല്ലുന്നത് പ്രയോജനം ചെയ്യുമെന്നുള്ള ചിന്തയിൽ അവനെ അവിടേക്ക് അയക്കുന്നു. അവൻ പോയ ശേഷം അവൻ കൊരിന്തിൽ ഇരിക്കുമ്പോഴാണ് പൗലോസ് എഫസോസിൽ എത്തുന്നത്. പൗലോസ് എഫസോസിൽ വരുന്നുണ്ട്. അവിടെ 12 പേര് സ്നാനമേറ്റവരാണെന്ന് പറഞ്ഞ് കാണുന്നു. അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ല എന്ന് കണ്ടു. അവരോട് ചോദിക്കുമ്പോൾ അവർ യോഹന്നാന്റെ സ്നാനമേറ്റവരായിരുന്നു, മാനസാന്തര സ്നാനം ഏറ്റവരായിരുന്നു. പൗലോസ് അവരെ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാ അവരുടെ മേൽ വന്നു എന്ന് നമ്മൾ വായിക്കുന്നു. എഫസോസിൽ തന്റെ മൂന്നാം മിഷണറി യാത്രയിൽ എഫസോസിൽ പൗലോസ് 3 മാസം യഹൂദന്മാരുടെ പള്ളിയിൽ പഠിപ്പിച്ചു. തുടർന്ന് 2 സംവത്സരം തുറന്നോസിന്റെ പാഠശാലയിൽ പഠിപ്പിച്ചു. എഫസോസിൽ അങ്ങനെ 2 സംവത്സരവും ഈ 3 മാസവും മറ്റൊരിടത്ത് പറയുന്ന 3 വർഷക്കാലം, ടോട്ടൽ 3 വർഷത്തോളം പൗലോസ് ആ പ്രദേശത്ത് പാർത്ത് അവരെ ദൈവവചനം പഠിപ്പിച്ചു. ആ കാലഘട്ടത്തിൽ പൗലോസ് 2 വട്ടം കൊരിന്തിലേക്ക് പോയിരുന്നുവെന്നും കൊരിന്ത്യർക്ക് ലേഖനങ്ങൾ എഴുതിയത് ആ സമയത്താണെന്നും എഫസോസിൽ താൻ പാർക്കുന്ന സമയത്താണ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനങ്ങൾ എഴുതി അയച്ചതെന്നും കരുതപ്പെടുന്നു എന്നല്ല, അങ്ങനെയാണ്. എഫസോസിൽ നിന്നാണ് പൗലോസ് ഈ 1-2 ലേഖനങ്ങൾ എഴുതി അയക്കുന്നത്. 3-ാമത്തെ മിഷണറി യാത്രയിൽ പൗലോസ് എഫസോസിലായിരിക്കുമ്പോൾ അവിടെ നിന്നാണ് പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനങ്ങൾ എഴുതി അയക്കുന്നത്. എഫസോസിലുണ്ടായ ഒരു വലിയ സംഭവം എന്തായിരുന്നു? പൗലോസിന്റെ ശുശ്രൂഷ മധ്യ എഫസോസിലുണ്ടായ ഒരു വലിയ സംഭവം മുൻപേ ഞാൻ പറഞ്ഞതല്ലാതെ മറ്റൊരു സംഭവം ഉണ്ടായി. മൃഗയുദ്ധമാണ്. അതെ, അങ്ങനെ പറയുന്നുണ്ട്. മൃഗയുദ്ധം അത് ഒരിടത്ത് പറയുന്നുണ്ട്. അതല്ലാതെ ഒരു സംഭവം ഇവിടെ വ്യക്തമായി വിവരിച്ചിട്ടുള്ള ഒരു സംഭവം കാണുന്നുണ്ടല്ലോ. 23 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ചെയ്തു. 23 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 19-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എഫസോസിൽ നടക്കുന്ന ഒരു വലിയ സംഭവം, അവിടെ വലിയ കലഹമുണ്ടായി. കലഹം എന്ന് പറഞ്ഞാൽ
അവിടെ എഫസോസ് എന്ന് പറയുന്നത് അർത്തമീസ് ദേവിയുടെ പട്ടണം എന്ന് പറഞ്ഞ് അവരെ ആചരിച്ചിരുന്ന, അല്ലെങ്കിൽ അർത്തമീസ് എന്ന് പറയുന്ന ഫെർട്ടിലിറ്റി ഗോഡസിനെ ആരാധിച്ചിരുന്നവരുടെ നഗരമായിരുന്നു. അവിടെ അർത്തമീസിന്റെ രൂപങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന ദെമത്രിയോസ് എന്ന് പറയുന്ന ഒരു കൊല്ലൻ, അവന് തന്റെ വരുമാനം നിലച്ചു പോകും. കാരണം ജീവനുള്ള സത്യദൈവത്തെ ആരാധിക്കുക, നിങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കേണ്ട എന്ന് പൗലോസ് പഠിപ്പിക്കുമ്പോൾ ദെമത്രിയോസിന്റെ ഉപജീവനം മുട്ടിപ്പോകും. അല്ലെങ്കിൽ അവനെ പോലെയുള്ള തട്ടാന്മാരോ കൊല്ലന്മാരോ ഇങ്ങനെ രൂപങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നവർ അവരുടെ ഉപജീവനം നിന്നു പോകുന്ന കണ്ട് അവര് ജനത്തെ ഇളക്കി പട്ടണം മുഴുവൻ കലഹം കൊണ്ട് നിറച്ചുവെന്ന് 23 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അവരവിടെ പറയുന്നത് 13-ാം വാക്യം 35-ാം വാക്യത്തിൽ അവർ പറയുന്നുണ്ട്, ദ്യോവിൽ നിന്ന് വീണ ബിംബം, ദ്യോ എന്ന് പറയുന്ന ജൂപ്പിറ്റർ ആണ്, ജൂപ്പിറ്ററിൽ നിന്ന് വന്ന ഒരു ദേവതയാണ് അർത്തമീസ് എന്നൊക്കെയാണ് ഐതിഹ്യം അവർ പ്രചരിപ്പിച്ചിരുന്നത്. അപ്പൊ ഈ അർത്തമീസിനെ പറ്റി പറയുകയും അർത്തമീസിന്റെ രൂപങ്ങൾ ഉണ്ടാക്കി വീടുകളിൽ വെച്ച് പൂജിക്കുകയും ചെയ്യാനായിട്ട് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെക്കുന്നവരുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ദെമത്രിയോസ് എന്ന് പറയുന്ന തട്ടാൻ. അവൻ ജനത്തെ ഇളക്കി കലഹമുണ്ടാക്കി പൗലോസിനെ അവിടെ നിൽക്കുവാൻ വയ്യാത്ത ഒരു സ്ഥിതി ഉണ്ടായി. പൗലോസ് ശിഷ്യന്മാരെ കൂട്ടിവരുത്തി പ്രബോധിപ്പിച്ചിട്ട് അവിടെ നിന്ന് മക്കതോന്യക്ക് പുറപ്പെട്ടു പോയി. മക്കതോന്യക്ക് പുറപ്പെട്ടു പോയി. ആ സമയത്തായിരിക്കാം അദ്ദേഹം ഇല്ലൂരിയ ദേശം എന്ന് പറയുന്ന, അതായത് മാസിഡോണിയക്ക് വടക്കുള്ള പ്രദേശമാണ് ഇല്ലൂരിയ ദേശം. റോമർ 15:19 പറയുന്ന ഇല്ലൂരിയ ദേശം എന്ന് പറയുന്നത് ഇന്നത്തെ ബോസ്നിയ, ക്രോഷ്യ എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങളാണ്. ആ പ്രദേശങ്ങളിലേക്ക് പോയി അതിനുശേഷം മക്കതോന്യ വഴി പൗലോസ് വരികയും കൊരിന്തിലൊക്കെ എത്തിയിട്ട് തിരിച്ച് അവരെ പ്രബോധിപ്പിച്ച ശേഷം മടങ്ങി ത്രോവാസിൽ വന്നിട്ട് ത്രോവാസിൽ നിന്നും പൗലോസ് ഇവിടേക്ക് മടങ്ങി പോകുന്നു. ത്രോവാസിൽ നിന്നും പൗലോസ് എഫസോസിലേക്ക് വരുന്നു. എഫസോസിൽ വരുമ്പോൾ മിലേത്തോസിൽ വരുന്നു. ത്രോവാസിൽ നിന്നും അല്പം തെക്കോട്ട് വന്ന് മിലേത്തോസിൽ വരുന്നു. അവിടേക്ക് എഫസോസിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തിയിട്ട് പ്രബോധിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ 20-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ കാണാം. അവിടെ പൗലോസ് പറയുന്നുണ്ട്, അതിന്റെ 29-30 വാക്യങ്ങളിൽ 29-30 വാക്യങ്ങളൊന്ന് വായിച്ചു. 20-ാം അധ്യായം 29-30 വാക്യങ്ങൾ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടപെടാതെ കണ്ണുനീർ വാർത്തും കൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു എന്നത് ഓർത്തുകൊള്ളുവീൻ. മിലേത്തോസിൽ പൗലോസ് വരുമ്പോൾ സമീപ പട്ടണമായ എഫസോസിൽ നിന്ന് മൂപ്പന്മാരെ അവിടെ വിളിച്ചു വരുത്തുന്നു. മൂപ്പന്മാരെ വിളിച്ചു വരുത്തി അവരോട് ഇങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ കൊടുത്ത്, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ വരും. നമ്മുടെ കർത്താവ് അത് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. കടിച്ചു കീറുന്ന ചെന്നായ്ക്കളെ പറ്റി പറയുന്നുണ്ട്. അത് അങ്ങനെയുള്ളവർ വന്ന് നിങ്ങളെ നശിപ്പിച്ചു കളയും. അതുകൊണ്ട് ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടപെടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവീൻ എന്ന് പൗലോസ് പറയുന്നുണ്ട്. 2 പത്രോസ് 3-ാം അധ്യായം 17-18 വാക്യങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ മുൻപ് കൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അപ്പോൾ തിരുവെഴുത്തുകൾ നമുക്ക് നൽകി തന്നിരിക്കുന്നത് നമ്മൾ അത് അറിയുമ്പോൾ ഈ ദുരുപദേശങ്ങളിലും ശത്രുവിന്റെ വഞ്ചനയിലും അകപ്പെട്ട് വീണു പോകാതിരിക്കുവാൻ വേണ്ടിയാണ്. മുൻപേ ഫിലിപ്പിയയിൽ കണ്ട വെളിച്ചപ്പാടത്തെ പോലുള്ള വെളിച്ചപ്പാടന്മാരെ കാണുമ്പോഴും, അല്ലെങ്കിൽ കർത്താവ് തന്നെ മത്തായി 24:24 പറയുന്നുണ്ട്, കള്ളപ്രവാചകന്മാർ വന്നിട്ട് ചെയ്യുന്ന അന്ത്യകാലത്ത് അവർ വന്നിട്ട് ചെയ്യുന്ന കാര്യം കർത്താവ് പറയുന്നുണ്ട്. 24-ാം വാക്യത്തിൽ കർത്താവ് പറയുന്ന ഒരു കാര്യം, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനെ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഇന്ന് കാണിക്കുന്നു എന്നുള്ളത് അഭിനയിച്ചിട്ട് തന്നെ പലരും തെറ്റിപ്പോവുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ കണ്ട് വീണു പോകാതിരിപ്പാൻ പൗലോസും എന്തിനെ കർത്താവ് വാണിംഗ് തരുന്നു, മുന്നറിയിപ്പ് തരുന്നു. പൗലോസ് മുന്നറിയിപ്പ് തരുന്നു, പത്രോസ് മുന്നറിയിപ്പ് തരുന്നു. അതിനുവേണ്ടിയാണ് തിരുവെഴുത്തുകൾ നമുക്ക് നൽകി തന്നത്. മിലത്തോസിൽ നിന്നും പൗലോസ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി അപ്പോസ്തലന്മാരെ കണ്ട ശേഷം തന്റെ 3-ാമത്തെ മിഷണറി യാത്ര അവിടെ അവസാനിക്കുകയാണ്. തുറന്നുള്ളത് ദൈവം അനുവദിച്ചാൽ നാളെ ഞാൻ തന്നെയായിരിക്കും ക്ലാസ് എടുക്കുന്നത്. പാസ്റ്റർ നെബു മാസ്റ്റർ അടുത്ത ബുധനാഴ്ച മുതൽ നിങ്ങൾക്ക് ക്ലാസ് എടുക്കും. ദൈവം അനുവദിച്ചാൽ നാളെ നമുക്ക് വീണ്ടും കാണാം.
പൗലോസിന്റെ മിഷണറി യാത്രയും തുടർന്നുള്ള കാര്യങ്ങളും പിന്നെ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനവും നാളെ ദൈവം അനുവദിച്ചാൽ ആരംഭിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പശ്ചാത്തലങ്ങൾ അറിയുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾക്ക് വേണ്ട വിധം ഗ്രഹിക്കുവാൻ സാധിക്കത്തുള്ളൂ. അതിനുവേണ്ടിയാണ് ഞാൻ ഈ പശ്ചാത്തലങ്ങളൊക്കെ ഇത്രയും വിശദമായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞത് കേട്ട കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചു എന്ന് കരുതുന്നു. നിങ്ങളത് നോട്ട് ചെയ്യുക. തോമസ് കുട്ടി പാസ്റ്റർ പ്രാർത്ഥിച്ചാണ്. തോമസ് കുട്ടി പാസ്റ്റർ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അങ്ങയുടെ ദാസന് ഞങ്ങൾക്ക് വീണ്ടും ഒരു പുതിയ സെമിസ്റ്ററിന്റെ തുടക്കത്തിൽ ദൈവദിനം പഠിക്കുവാൻ അവിടെ തന്ന ഭാഗ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, അവിടെ ഞങ്ങളെ കേൾപ്പിച്ച ദൈവിക സത്യങ്ങൾ, ദൈവിക സന്ദേശങ്ങൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങള് ഇത്രയും പേർക്ക് ഈ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യുവാനും പഠിക്കുവാനും ദൈവ അവസരം തന്നുകൊണ്ട് നന്ദി. താവർ ബൈബിൾക്കുള്ളതിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ശശാലങ്ങളുടെ വൃത്തിനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത നിരവധി സത്യങ്ങൾ ഇന്ന് പകലിൽ ഈ രാത്രിയിൽ ഞങ്ങൾ കേൾക്കുവാനിടയാക്കിയുണ്ട്. സ്തോത്രം. ദാസനെ അവിടുന്ന് പഠിപ്പിക്കുവാൻ ദൈവം ബലപ്പെടുത്തൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരങ്ങൾ അവിടുന്ന് ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങൾ എല്ലാവരെയും ഞങ്ങളെ വരവിലെ വിശ്വാസികളെ പോലെ ഒന്നുകൂടെ കർത്താവെ, ഇന്ന് രാത്രി ഞങ്ങൾ കേട്ട സത്യം ആ ക്ലാസ്സിലെ ദൈവം ഞങ്ങളൊന്നുകൂടെ പരിശോധിക്കുവാനും ഉറപ്പുവരുത്തുവാനും കർത്താവ് ഞങ്ങൾക്ക് ഇടയാക്കണമേ. ഞങ്ങളെ ആത്മാവിൽ എല്ലാവരെയും ബലപ്പെടുത്തിക്കാട്ടെ കർത്താവ്. ഈ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഞങ്ങൾ പ്രിയപ്പെട്ട എല്ലാവരെയും സമർപ്പിക്കുന്നു. ഇതെല്ലാം ഭാരങ്ങളെ പ്രയാസങ്ങൾ കടന്നവരെല്ലാം ദൈവം തക്ക സമയത്ത് അത്ഭുതങ്ങളെ ചെയ്ത് മറുപടികൾ തന്ന് ഞങ്ങളെ മാനിക്കണം. ഞങ്ങളിപ്പോൾ താൽക്കാലികമായി പിരിയുന്നു. നാളെ കർത്താവെ ഞങ്ങൾ വീണ്ടും കൂടുമ്പോഴേയും നിങ്ങളുടെ സാന്നിധ്യം സൂക്ഷിക്കണം. പ്രാർത്ഥന ഞാൻ കേട്ടുകൊണ്ട് സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അവിടെ പ്രാർത്ഥിക്കുക. നാളെ കൃത്യം 7 മണിക്ക് മുമ്പായിട്ട് എല്ലാവരും കയറണം. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ.